ആദ്യം തന്നെ ടോണി സാറിന് നല്ല മനസ്സിനും നല്ല വേർഡ്സിനും താങ്ക് യു. ബാക്കി ഈ രവിയേട്ടനും ബാക്കിയുള്ള എല്ലാ സീനിയേഴ്സും എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും നമസ്കാരം. ഷെയർ ചെയ്യുന്നതിന് മുമ്പ്, സ്ക്രീൻ ഷെയറിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പൊ ഈ കൂട്ടായ്മയില് എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. അവര് ഒരുവിധം എല്ലാവരും 90% ആൾക്കാരും ഗ്രൗണ്ട് ലെവലില് ബിസിനസ്സുകാരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ ഒരു ഓൾമോസ്റ്റ് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ, കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ആളാണ്. ബുക്ക് റൈറ്റിംഗ് മുതൽ എല്ലാവിധ അഡ്വൈസും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ വന്നാലും കാലം കൊണ്ട് തന്നെ ഇൻകം ടാക്സും വേണ്ടി വരും എന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ളൊരു ചെറിയ ഒരു തുടക്കമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻകം ടാക്സും GST തമ്മിൽ വ്യത്യാസമുണ്ട്. GST എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ, സെയിൽസ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ചെറിയൊരു പോർഷൻ മാത്രമാണ് അതിന്റെ അത് കവർ ചെയ്യണത്. പക്ഷെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് റിസൾട്ട് ആണ്, റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്, നോർമലി 1 year. അതാണ് ഇൻകം ടാക്സുകാർക്ക് റെലവെന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതില് എല്ലാവിധ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണ്ടോ അതിന്റെ എഫക്റ്റ് അതിൽ വരും. മോണിറ്ററി കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതാണല്ലോ നമ്മൾ സംസാരിക്കണം. അപ്പൊ എല്ലാ ട്രാൻസാക്ഷൻസിനും മോണിറ്ററി എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ എല്ലാം കൂടി ഒരു റിസൾട്ടാണ് ഇൻകം ടാക്സ് അസസ്മെന്റിന് പോകുമ്പോൾ അവർ നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ട്രാൻസാക്ഷന് പലവിധ എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ച് ആക്ട് മനസ്സിലാക്കാനോ ആക്ട് പഠിക്കാനോ ആക്ട് പ്രാക്ടീസ് ചെയ്യാനോ GST അറിയണ ഒരാൾക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. മാത്രമല്ല ഈ കൂട്ടായ്മയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് നോക്കുമ്പോ എന്തുകൊണ്ടും നല്ലൊരു റിസൾട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടക്കം ആണ്. അപ്പോ അതിന് എല്ലാവിധ ഉത്സാഹത്തോടു കൂടി എല്ലാവരും ചെയ്യാണ്. എന്നാൽ അതിന്റെ ഒരു ഒപ്റ്റിമം റിസൾട്ട് കിട്ടും. ഞാൻ എന്റെ പരമാവധി സിമ്പിളായിട്ടും പരമാവധി കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറയാനും ശ്രമിക്കാം. അപ്പൊ അതാണ് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. ലെറ്റ് us സ്റ്റഡി ഇൻകം ടാക്സ്. അതിനാണ് നമ്മളിപ്പോ ഒരു ശ്രമം നടത്തുന്നത്. സ്റ്റഡി എന്ന് പറഞ്ഞെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡിസ്കഷൻ ആണ് വേണ്ടത്. നമുക്ക് സമയമുണ്ട്, നമുക്ക് വളരെ സ്ലോ ആയിട്ട് തന്നെ മതി. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 മണിക്കൂറിന്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവണം. അപ്പോ ഓരോ ടോപ്പിക്കോ ഓരോ സെക്ഷനോ കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സംശയം ചോദിക്കാം. ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് അത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിർത്തിയ സംശയം ക്ലിയർ ചെയ്ത് തന്നെ പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഈ സാധാരണ ക്ലാസിന്റെ ഒരു എഫക്റ്റും കിട്ടും. അപ്പോ അത് അങ്ങനെ നമുക്ക് ചെയ്യാം. ഏത് കണ്ടിന്യൂസ് സ്റ്റഡി ആകുമ്പോ, ഒരു 30 മണിക്കൂറിലെ സ്റ്റഡി ആകുമ്പോ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് എന്തായാലും വേണം. അപ്പോ എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാര്യം മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ശ്രമമാണ്. പക്ഷെ ഓരോ പാർട്ടിസിപ്പന്റിന്റെയും ഒബ്ജക്റ്റീവ് ഇസ് റിക്വയർഡ് ഫോർ ഫോക്കസ്ഡ്, റിസൾട്ട് ഓറിയന്റഡ് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റഡീസ്. ആ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഗെയിൻ വർക്കിംഗ് നോളജ് ഇൻ ഇൻകം ടാക്സ് മാറ്റേഴ്സ്, ടു ഗെയിൻ സഫീഷ്യന്റ് നോളജ് ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ്, ടു ഗെയിൻ സഫീഷ്യന്റ് നോളജ് ടു ഫയൽ TDS റിട്ടേൺസ്. നമുക്ക് മിനിമം ഒബ്ജക്റ്റീവ് ഇതായിരിക്കണം. അതിനു വേണ്ടിയിട്ട് എത്ര എഫർട്ട് എടുക്കണോ അത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ആ രീതിയിലേക്ക് നമുക്ക് തുടങ്ങാം. ഇനി അപ്രോച്ച് ടു സ്റ്റഡീസ്. നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ പർപ്പസ് ആസ് ടു വൈ എ പ്രൊവിഷൻ ഈസ് enacted, whom shall it apply, inclusion, exclusion, substance of the provision, how it is implemented or applied. എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കും. ആ സെക്ഷൻ എന്താണ് ഇൻകം ടാക്സിൽ, why it is included in the income tax act, why it remains in the income tax act എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആപ്ലിക്കബിലിറ്റി ആണ്. ഈ സെക്ഷൻ ആർക്കാണ് അപ്ലൈ ചെയ്യുക? ഇൻക്ലൂഷൻ, ആരെ ഇൻക്ലൂഡ് ചെയ്യും, ആരെ എക്സ്ക്ലൂഡ് ചെയ്യും. ഇത് നമുക്ക് പ്രാക്ടിക്കലി വളരെ റെലവെന്റ് ആണ്. കാരണം ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ കൺഫ്യൂഷൻ മാറി, ആ സെക്ഷനെ പറ്റിയുള്ള കൺഫ്യൂഷൻ മാറി. പിന്നെ ഉള്ളത് സെക്ഷനിൽ എന്താണ് പറയണത്, സബ്സ്റ്റൻസ്, ആ ലീഗൽ പ്രൊവിഷൻ എന്താണ്, സബ്സ്റ്റൻസ് ഓഫ് ദി പ്രൊവിഷൻ, അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ നാലാമത്തെ കാര്യം, ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഓർ അപ്ലൈ. നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ അഡ്വൈസറിയോ അഷുറൻസോ അല്ലെങ്കിൽ ഫയലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ് നാലാമത്തെ ടോപ്പിക്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ എന്റെ ഒരു സജഷൻ, എല്ലാ പ്രൊവിഷൻ നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ കൂടെ ഒരു ഉദാഹരണവും കൂടി മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മൈൻഡിൽ കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് തന്നെ നമുക്കൊരു ഉദാഹരണം പറയാം. 44AB എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. GSTയിലാണ് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി ഇൻകം ടാക്സ് റിട്ടേണിന്റെ കൂടെ ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സെക്ഷൻ 44AB ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്താണ് പർപ്പസ്, എന്തുകൊണ്ടാണ് അത് ഇൻകം ടാക്സ് ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തത്? മുമ്പ് GST ക്ലാസ്സിൽ ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് സെൽഫ് അസസ്മെന്റ് മോഡില് പോണ ഒരു സംവിധാനമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അസസികളെ വിശ്വസിക്കുന്നു. അവരുടെ ഇൻകം കറക്റ്റായിട്ട് അസസ് ചെയ്യും. അതനുസരിച്ച് കമ്പ്യൂട്ടേഷൻ ഉണ്ടാക്കി ടാക്സ് പേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇൻകത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻകം ടാക്സ് റിട്ടേൺ വഴി അതാത് കൊല്ലം ഫയൽ ചെയ്യും എന്നുള്ള ഒരു ധാരണയിലാണ് ഈ പ്രൊവിഷൻ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാര് ഹൈ വാല്യൂ ട്രാൻസാക്ഷനോ എന്തെങ്കിലും ഇൻഫർമേഷൻ ബേസ് ചെയ്തോ ക്യാഷ്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ട് സ്ക്രൂട്ടിനി സെലക്ഷൻ വഴിയോ ചില കേസുകൾ സ്ക്രൂട്ടിനിക്ക് എടുക്കും. അപ്പോ അത് ഇപ്പൊ 2018-19 ഇപ്പൊ പറയണായിട്ട് 0.25% സെലക്ഷൻ വരണുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാലും മുഴുവൻ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റിന് പറ്റില്ല. അതിനുള്ള മാൻ പവറും ഇല്ല, ഒന്നുമില്ല. അപ്പോ പക്ഷെ എന്നാൽ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ കൺഫർ ചെയ്യേണ്ട, അത് കംപ്ലയൻസ് ഉണ്ട് എന്ന് ഇതാക്കാൻ വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റൽ അഷുറൻസിന് വേണ്ടിയാണ് സെക്ഷൻ 44AB പ്രകാരം ഓഡിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. അതിന് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ഏൽപ്പിച്ചു. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തു. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അതാണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നോക്കേണ്ട പല കാര്യങ്ങളും നോക്കാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളെ വെച്ചിട്ട് നോക്കിക്കണം. അത് ഒരു പർപ്പസ് ആണ്. പിന്നെ ഇറ്റ് ഷാൽ അപ്ലൈ എന്നുള്ളതിന് ക്ലിയർ പ്രൊവിഷൻ ഉണ്ട്. 1 കോടി കൂടുതലുള്ള ഇൻകം ടാക്സ്, മറ്റേ ഇത് റവന്യൂ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ഉള്ളൂ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 50 ലക്ഷത്തിൽ കൂടുതലുള്ള പ്രൊഫഷൻ റവന്യൂ 50 ലക്ഷത്തിൽ കൂടുതലുള്ള പ്രൊഫഷണൽസിനും അപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്ലിയർ ആയി. പിന്നെ സബ്സ്റ്റൻസ് ഓഫ് ദി പ്രൊവിഷൻ ഓഡിറ്റ് ആണ്. ഓഡിറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നാണ് ആക്ടിലും സെക്ഷനിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മളുടെ എല്ലാ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതിൽ വരും. അത് കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വരും. ടോട്ടൽ, അതായത് കംപ്ലീറ്റ്നെസ്, ഓൾ ദി ട്രാൻസാക്ഷൻ ദാറ്റ് ഷുഡ് ഹാവ് ബീൻ അക്കൗണ്ടഡ് ഹാസ് ആക്ച്വലി ബീൻ അക്കൗണ്ടഡ്, കംപ്ലീറ്റ് ആണ്, ആക്യുറേറ്റ് ആണ്, പ്രോപ്പർലി കറക്റ്റ് ക്യാരിങ് ഫിഗറിലാണ് എല്ലാം അക്കൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡ്രോ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിൽ വരും. അതാണ് പ്രൊവിഷന്റെ സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇംപ്ലിമെന്റഡ്, ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ്, അതിന് റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്, ഫോംസ് ഉണ്ട്. 3CB, 3CD, 3CA, 3CB അല്ലെങ്കിൽ 3CD എന്ന് പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് ഫോംസ് ഉണ്ട്. ആ ഫോംസ് പ്രകാരം ടൈം ലൈൻ തന്നിട്ടുണ്ട്, ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ട്. ഡ്യൂ ഡേറ്റിന് ഉള്ളിൽ നമ്മൾ സർട്ടിഫൈ ചെയ്ത് ട്രൂ ആൻഡ് കറക്റ്റ് എന്നുള്ള പൊസിഷനിൽ സർട്ടിഫൈ ചെയ്തിട്ട് അത് നമ്മൾ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് 44AB കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്, ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓരോ സെക്ഷന്റെയും നമ്മൾ പഠിക്കുമ്പോൾ അത് വെച്ചിട്ട് പഠിച്ചാൽ അത് കുറച്ചും കൂടി മനസ്സിലിരിക്കാനും ഉപയോഗിക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാലും ഇതൊരു ഡിസ്കഷൻ തന്നെയാണ്.
ഓരോ സെക്ഷനിലെ ഇപ്പൊ ഞാൻ മറന്നുപോയാലും നിങ്ങൾക്ക് ചോദിക്കാം, എക്സാമ്പിൾ പറയണം. പിന്നെ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഓരോ സെക്ഷനിലും പറഞ്ഞിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ അപ്രോച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നെക്സ്റ്റ് റിക്വയർമെന്റ് ഈസ് ഫെമിലറൈസേഷൻ ഓഫ് ദി പ്രൊവിഷൻ. നമ്മൾ ക്ലാസ് എടുക്കുന്നത് 2 മണിക്കൂർ. അത് കഴിഞ്ഞ് ഒരാഴ്ച സമയമുണ്ട്, 6 days ഉണ്ട്. 7th day പിന്നെയും ഒരു 2 hours വരും. അപ്പോൾ അതിനുള്ളിൽ ഒരു അരമണിക്കൂറോ വല്ലതും ഒന്നുകൂടി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കിയാൽ, ആ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും മനസ്സിലാവും. അങ്ങനെ ഒരു ശീലമായി കഴിഞ്ഞാൽ കുറച്ചും ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ള, ഏത് ആക്ട് ആണെങ്കിലും ഏത് ലെജിസ്ലേഷൻ ആണെങ്കിലും ബെയർ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെയർ ആക്ട്, ഇൻകം ടാക്സ് ബെയർ ആക്ട് കണ്ടു കഴിഞ്ഞാൽ വലിയ ബുക്കാണ്, വളരെ പേടിക്കുന്ന ബുക്കാണൊക്കെ ശരിയാണെങ്കിൽ കൂടി നമുക്ക് ബെയർ ആക്ടും എന്തായാലും വേണം. അത് കൂടെ ഏറ്റവും ആദ്യം നോക്കേണ്ടത് സെക്ഷൻ തന്നെയാണ്. ആ സെക്ഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെന്നാണ് ബാക്കിയുള്ളതെല്ലാം പറയുന്നത്. ഈവൻ റൂൾസ് തന്നെ സെക്ഷൻ അഗേൻസ്റ്റ് പോകാൻ പറ്റില്ല, അതിനെ ചലഞ്ച് ചെയ്യാം. റൂൾസ് പാർലമെന്റ് ഉണ്ടാക്കണം അല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ബെയർ ആക്ട് ഒന്ന് ഫെമിലറൈസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഒരു സീരിയസ് സ്റ്റഡിക്ക് അത് അത്യാവശ്യമാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഫെമിലറൈസ്. അത് കൂടാണ്ട് നമ്മൾ റിയൽ ലൈഫിൽ നമ്മുടെ പ്രൊഫഷനിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ മുമ്പ് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി ഈ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. നമുക്ക് വളരെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി നമ്മളിപ്പോ 30 മണിക്കൂർ എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു 18 മണിക്കൂർ എന്നാണ് ഞാൻ ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു 18 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഹെഡ്സ് ഓഫ് ഇൻകം തീരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് തന്നിരിക്കുന്നത്. ആദ്യം പ്രിലിമിനറി. ഇന്ന് പ്രിലിമിനറി തീരും. എന്താണ് ഇൻകം ടാക്സ് ആക്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രിലിമിനറിയിൽ വരിക. പിന്നെ ഇൻകത്തിന്റെ കൺസെപ്റ്റ്, അസസി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിലിമിനറിയിലും, അത് തീരും. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ഇന്ന് കൺക്ലൂസീവ് ആയിട്ട് തീരും. നിങ്ങൾക്ക് നാളെ ഇത് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്ത് തുടങ്ങണം. അതിൽ കൺഫ്യൂസിങ് ആണെന്ന് തോന്നുമെങ്കിലും അത്ര കൺഫ്യൂസിങ് ആണെന്ന് ഇല്ലാന്നാണ് എന്റെ ധാരണ. അപ്പൊ അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ടൈപ്പ് ഓഫ് ഇൻകം അക്രൂഡ് ഓർ റൈസ്ഡ് ഇൻ ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 7, സെക്ഷൻ 9 അതുവരെയാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ 10-ലത്തെ എക്സെംപ്റ്റ് ഇൻകം. പിന്നെ കമ്പ്യൂട്ടേഷനിലേക്ക് വരികയാണ്. കമ്പ്യൂട്ടേഷനിൽ നമുക്കറിയാം 5 ഹെഡായിട്ട് നമ്മുടെ ടോട്ടൽ ഇൻകം 5 ഹെഡായിട്ട് ക്ലാസിഫൈ ചെയ്യണം ഓരോ കൊല്ലവും. ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ ഇതൊരു 18 മണിക്കൂറിൽ തീർക്കണം, 9 ക്ലാസ്സിൽ തീർക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഗ്രിപ്പാവും, അറ്റ്ലീസ്റ്റ് ടു മേക്ക് ദി ഫസ്റ്റ് അനാലിസിസ്. അതിനുള്ള ഒരു ഗ്രിപ്പായി. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ അതിനിടയിൽ ചെറിയ ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ ചെറിയ ഒരു ഇതൊക്കെ വെക്കാം. അപ്പോ കുറച്ചുകൂടി തറവായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഡിഡക്ഷൻസ് ഉണ്ട്, റിലീഫ് ഉണ്ട്, പിന്നെ പ്രൊസീജിയർ ഫോർ അസസ്മെന്റ് ഉണ്ട്, അതിലേക്കൊക്കെ പോവാം. അപ്പൊ ആദ്യം നമ്മളുടെ ഉദ്ദേശം ഇൻകം ഫ്രം സോഴ്സ് വരെ 56 വരെ പഠിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ഹാഫില് 18 മണിക്കൂർ ആണെങ്കിൽ കൂടി ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം, അതിൽ നമുക്ക് തീർക്കാം. ഇനി ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രിലിമിനറി, ഇൻകം ടാക്സ് ലോസ് ഓവർവ്യൂ, പിന്നെ ഡെഫിനിഷൻ. നമ്മൾ എങ്ങനെയാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ട് ആണ്. ഇതിന്റെ ഡെഫിനിഷൻ മാത്രമല്ല, ഇന്റർപ്രിട്ടേഷന്റെ ചില കാര്യങ്ങൾ പറയാം. അപ്പോ ഓരോ സെക്ഷൻ വായിക്കുമ്പോഴും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അതിനെ ക്ലിയർ ആയിട്ട്, നേരത്തെ പറഞ്ഞ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് ചെയ്യാൻ സഹായകരമാകും. അതിനെപ്പറ്റി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അത് ചെയ്യാം. പിന്നെ അസസി ആൻഡ് പേഴ്സൺ, ടൈപ്പ് ഓഫ് പേഴ്സൺസ്, പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ, ഇൻകം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് പറയാം. പിന്നെ ചാർജിങ് സെക്ഷൻ 4 ആണ് ഇൻകം ടാക്സ് ലെവി ചെയ്യാനുള്ള സെക്ഷൻ, അതിനെ പറ്റിയാവാം. പിന്നെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം സെക്ഷൻ 5, സെക്ഷൻ 6 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, പിന്നെ ടൈപ്പ് ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ സെക്ഷൻ 7, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, പിന്നെ ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ സെക്ഷൻ 9. ഇതാണ്
ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് ഇൻകം ടാക്സ് ലോസ് പഠിക്കാനാണ്. അപ്പൊ അതിന് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും, അതാണ് ഇൻകം ടാക്സ് ലോസ് ഓവർവ്യൂ. In India, income tax laws comprises of 1. Income Tax Act 1961. നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന് എല്ലാ പേഴ്സൺസിന്റെയും, നാച്ചുറൽ പേഴ്സൺ ആവണമെന്നില്ല, എല്ലാ പേഴ്സൺസിന്റെയും ഇൻകം അസസ് ചെയ്ത് അതിൽ ടാക്സ് ലെവി ചെയ്യാനുള്ള പവർ ഉണ്ട്. അതാണ് അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ലെജിസ്ലേഷൻ ആണ് ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1922 മാറ്റിയിട്ടാണ് ഇൻകം ടാക്സ് ആക്ട് 1961 ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് ഇൻകം ടാക്സ് റൂൾസ് 1962 കൺസിസ്റ്റ് ഓഫ് റൂൾസ് മെയ്ഡ് ബൈ ദി അപ്രോപ്രിയേറ്റ് അതോറിറ്റി ബീയിങ് Central Board of Direct Taxes (CBDT) for implementing the provisions of Income Tax Act. Income Tax Act ആണ്. It has both the substantive provision as well as procedural provisions, even for appeals, everything. ഇൻകം ടാക്സിന്റെ ഒരു അസസ്മെന്റിന്റെ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ സാധാരണ മുനിസിപ്പൽ കോർട്ടോ അല്ലെങ്കിൽ സിവിൽ കോടതിക്ക് പോകേണ്ട ആവശ്യമില്ല. ഇൻകം ടാക്സ് ആക്ട് തന്നെ, ആക്ടിന്റെ പ്രകാരം തന്നെ ട്രൈബ്യൂണൽസും അപ്പലേറ്റ് അതോറിറ്റീസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ട്രൈബ്യൂണലിന് ഹൈക്കോടതി, സുപ്രീം കോടതി എന്നുള്ള രീതിയിലാണ് പോവുക. ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ്, മോസ്റ്റ് ഓഫ് ദി പർപ്പസ് ഇൻക്ലൂഡിംഗ് സെർച്ച് ചെയ്യുമ്പോൾ പവേഴ്സ് ഓഫ് ദി ഓഫീസർ, അതുവരെ മോസ്റ്റ് ഓഫ് ദി തിങ്സ് ആർ ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ദി ആക്ട് ഇറ്റ് സെൽഫ്. അങ്ങനെ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആക്ട്. അപ്പോ പക്ഷേ ഒരു ആക്ടിലെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. അപ്പോ ഒരു ഡിഫിക്കൽട്ടി റിമൂവ് ചെയ്യാനും ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും റൂൾസ് വിൽ ഹാവ് ടു ബി മെയ്ഡ്. അങ്ങനെ റൂൾ മേക്കിംഗ് പവറിന് ഒരു കോമ്പീറ്റന്റ് അതോറിറ്റിനെ ആദ്യം ഫിക്സ് ചെയ്യും. അവർക്ക് ഇന്ന കാര്യത്തിനെ പറ്റിയിട്ട് റൂൾസ് ഉണ്ടാക്കാം എന്നുള്ള പ്രൊവിഷൻ കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇൻകം ടാക്സ് റൂൾസ് 1962. ഫോർ എക്സാമ്പിൾ, സെക്ഷൻ 32 ഓഫ് ദി ആക്ട് പ്രൊവൈഡ്സ് ഫോർ ഡിപ്രീസിയേഷൻ ആസ് എ ഡിഡക്ഷൻ ഇൻ ദ കേസ് ഓഫ് ബിസിനസ്. ബട്ട് it is Rule 5 of the Income Tax Rules that provide the rate for computation of depreciation. Depreciation കൊടുക്കാം, അത് അലോവബിൾ ഡിഡക്ഷൻ ആണെന്ന് ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ പറഞ്ഞു. പക്ഷേ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഏതാണ് റേറ്റ് വേണ്ടത്, എന്തിലൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് ഇപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ് ആണോ, അങ്ങനെ എന്താ വേണ്ടതെന്നൊക്കെ തീരുമാനിച്ചാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂൾ 5 ഉണ്ടാക്കിയത്. അതേപോലെയാണ് ഓരോ പ്രൊവിഷൻസ്. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അതിൽ അപ്ലൈ ചെയ്യണ റൂൾസും നമ്മൾ പഠിക്കും. അതിന്റെ കൂടെ വല്ല ഫോംസോ അല്ലെങ്കിൽ ഫോംസ് ഉണ്ടെങ്കിൽ അതിലേക്കും പോകും. സോ ദാറ്റ് ദി സെക്ഷൻ, ദി പ്രൊവിഷൻ ഇസ് ഫുൾ. ആ പ്രൊവിഷനെ പറ്റി പഠിച്ചാൽ അതിന്റെ റൂളും ചില ആവശ്യമുള്ള അനുസരിച്ചിട്ട് നമുക്ക് നോക്കി പോവാം. മൂന്നാമത്തെ കാര്യം ഫിനാൻസ് ആക്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എവറി ഇയർ ബജറ്റ് ഉണ്ടാവും. പാർലമെന്റ് ബജറ്റില് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓവറോൾ ഇക്കോണമിനെ പറ്റിയിട്ടാണ്. പക്ഷെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ലെവി വളരെ വലിയ എമൗണ്ട് ആയതുകൊണ്ടും അത് ഗവൺമെന്റിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നന്നായിട്ട് അഫക്ട് ചെയ്യണോണ്ടും എല്ലാ കൊല്ലവും അതില് ഇൻകം ടാക്സിനെ പറ്റിയുള്ള പ്രൊവിഷൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ റേറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ചില പെർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ പെട്ടെന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രോത്ത് വേണം, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി കൂടണം, അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് സെക്ഷൻ 54 ചില എക്സംഷൻ കൊടുത്തു. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ആവശ്യമായിട്ട് ചില ടാക്സ് ഇൻസെന്റീവോ ചില ഏരിയാസിന് കുറച്ച് ടാക്സ് കുറച്ചു കൊടുക്കാനോ ഡിഡക്ഷൻ കൊടുക്കാനോ വേണ്ടിയിട്ടുള്ളതൊക്കെ ഫിനാൻസ് ആക്ട് കൂടെയാണ് വരിക. ഓരോ തവണ ഫിനാൻസ് ആക്ട് പാസ്സാക്കി കഴിഞ്ഞാലും that will be the corresponding section will be incorporated in the Income Tax Act. അതാണ് Finance Act enacted each year by the Parliament, making changes in the Income Tax Act, which is then incorporated into the Act as the case may be. For example, any change in the income tax rate or TDS rate are incorporated through respective Finance Act. ഇത് മൂന്നുമാണ് ആക്ട് എന്നെങ്കിൽ കൂടി
ചില സമയത്ത് ഓർഡിനൻസ് ഇറക്കാറുണ്ട്. ഇപ്പൊ ചില പ്രത്യേക സാഹചര്യത്തില് പാർലമെന്റ് സെഷനിലല്ല, അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ക്യാൻ ഇഷ്യൂ ആൻ ഓർഡിനൻസ്. വളരെ ചുരുക്കമാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു 19 മറ്റേ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി സെഷനിലല്ലാത്തോണ്ട്, പാർലമെന്റ് സെഷനിലല്ലാത്തോണ്ട് ഓർഡിനൻസ് ഇറക്കി. അപ്പൊ അങ്ങനെയും ചുരുക്കം ചില സമയത്ത് സംഭവിക്കാറുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് വി ഹാവ് കോർട്ട്സ്. അതിന്റെ പ്രൊനൗൺസ്മെന്റ്, ജുഡീഷ്യൽ പ്രസിഡൻസ് ഇസ് അനദർ area which we need to look into. Courts and tribunals consider and pronounce decisions on various questions arising out of facts and laws during disputes between the income tax department and assessors. Such judicial pronouncements are binding on both the assessee and tax authorities. നമുക്കറിയാം, ജുഡീഷ്യറി പുതിയ നിയമമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് റേസ്ഡ് ബിഫോർ ഇറ്റ്. ഒരാൾക്കൊരു ലീഗലായിട്ടൊരു ഇഷ്യൂ വന്നു, അവരെ കോടതിനെ അപ്രോച്ച് ചെയ്തു. അപ്പൊ കോടതി അതിന്റെ കറസ്പോണ്ടിങ് നിയമം കൺസിഡർ ചെയ്യും. കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ദേ വിൽ ഗിവ് എ പർട്ടിക്കുലർ ഇന്റർപ്രിട്ടേഷൻ എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് ദിസ് പ്രൊവിഷൻ സ്റ്റാൻഡ്സ് ഫോർ, എന്നിട്ടാണ് റിലീഫ് കൊടുക്കുക. അപ്പൊ ജുഡീഷ്യറി ഇൻകം ടാക്സിലെ അസസ്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് വരുമ്പോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഓഫ്, അതിലെ ഇൻകം ടാക്സിലെ അസസ്മെന്റ് 2 രീതിയിലാണ് ഡിസ്പ്യൂട്ട് വരിക. ഒന്ന് ക്വസ്റ്റ്യൻസ് ഓഫ് ലോ, പിന്നെ ക്വസ്റ്റ്യൻസ് ഓഫ് ഫാക്ട്. ആദ്യം ക്വസ്റ്റ്യൻസ് ഓഫ് ഫാക്ട് ആണ്. അപ്പൊ അത് നമുക്ക് ആദ്യം അസസ്മെന്റ് ഓഫീസറിന്റെ മുകളിൽ ഫസ്റ്റ് അപ്പീൽ പോണത് കമ്മീഷണർ അപ്പീൽസ്, അത് കഴിഞ്ഞ ട്രൈബ്യൂണലാണ്. ഇപ്പൊ ട്രൈബ്യൂണലിൽ വെച്ച് അവര് ഒരു ഫാക്ട് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുന്ന തന്നെ 2-3-4 കൊല്ലമാവും, അതിൽ കൂടുതലാവും. അപ്പൊ അത് കഴിയുമ്പോൾ ഫാക്ട്സ് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹയസ്റ്റ് ഫാക്ട് ഫൈൻഡിങ് അതോറിറ്റി ട്രൈബ്യൂണലാണ്. ട്രൈബ്യൂണൽ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ അപ്പീൽ, അതിന്റെ മുകളിൽ ആരും റേസ് ചെയ്യാറില്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് ഓഫ് ലോ അറൈസിങ് ഔട്ട് ഓഫ് ദി ട്രൈബ്യൂണൽ ഓർഡർ, ട്രൈബ്യൂണലിന്റെ ഓർഡർ എന്നുള്ള റേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓഫ് ലോ ഹൈക്കോടതി കൺസിഡർ ചെയ്യും. അവരൊരു വ്യൂ എടുക്കും. അതിന് അഗേൻസ്റ്റ് അഗ്രീവ്ഡ് പാർട്ടി ആരാണ് തോറ്റെന്ന് വെച്ചാൽ അവർക്ക് സുപ്രീം കോടതിയിൽ പോവാം. അപ്പൊ സുപ്രീം കോടതിയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമമാണ്, അത് എല്ലാവരും ഫോളോ ചെയ്യും, ബൈൻഡിങ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഇപ്പൊ കുറച്ച് ഒരു 3-4 കൊല്ലമായിട്ട്, ആദ്യം അത്ര ഉണ്ടായിരുന്നില്ല, 3-4 കൊല്ലമായിട്ടുള്ള ഒരു ഹലോ കേക്കാമോ? PF-ഉം ESI-യിലെയും PF പ്രോവിഡന്റ് ഫണ്ടിന്റെയും ESI-യുടെയും എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഡിലേ വന്നാൽ 15-ാം തീയതി എന്നുള്ളത് ഡിലേ വന്നു കഴിഞ്ഞാൽ അത് ഡിസലവ് ചെയ്യും എന്നുള്ളത് വ്യൂ പല കോടതികളും എടുത്തു, ഇൻക്ലൂഡിങ് കേരള ഹൈക്കോർട്ട് എടുത്തു. അപ്പൊ അതിന് ശേഷം അപ്പൊ അത് ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള ഹൈക്കോടതി ഒരു വ്യൂ എടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തില് നിയമമായി. പക്ഷെ സുപ്രീം കോടതി അതിനൊരു ഡിഫറെന്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ അല്ല എന്നും പറയുകയാണെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആ ഒരു പോയിന്റില് എല്ലാ ഇൻകം ടാക്സ് ഓഫീസർമാരും കമ്മീഷണർമാരും കേരളത്തിലുള്ള ട്രൈബ്യൂണലും അത് ഫോളോ ചെയ്യണം, കേരളത്തിലെ അസസികൾക്ക്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജുഡീഷ്യൽ പ്രീസിഡൻസും നോക്കേണ്ടി വരും. ഈ 4 കാര്യങ്ങളാണ് ഇൻകം ടാക്സ് ഓവർവ്യൂ, അതായത് ഇൻകം ടാക്സിന്റെ പറ്റി പഠിക്കുമ്പോൾ ആസ് എ സ്റ്റുഡൻസ് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. ശരി, ഇനി നമുക്ക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ടിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് when we read a section we should try to appreciate it fully. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി, നമ്മൾ നോക്കേണ്ടത് എന്താ, മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വാട്ട് ഈസ് ദി ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ വൈൽ മേക്കിംഗ് ദാറ്റ് ലോ. ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു പർട്ടിക്കുലർ റീസണ് വേണ്ടിയിട്ടാണ്, ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുക. ആ എന്താണ് ഇന്റൻഷൻ, അതാണ് കോടതികൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. അപ്പോ അതാണ് ഇൻകം ടാക്സ് അതോറിറ്റി ഇംപ്ലിമെന്റ് ചെയ്തത്. മനസ്സിലാക്കാൻ ജനറൽ ആയിട്ട് കുറെ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അപ്പൊ അതിലൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇൻകം ടാക്സ് ആക്ട് ഒരു ഫിസ്ക്കൽ സ്റ്റാറ്റ്യൂട്ട് ആണ്. അപ്പൊ അതില്
ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ആണ് അഡോപ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പ്ലെയിൻ മീനിങ് എന്താണോ എഴുതിയിട്ടുള്ളത്, ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻ സെക്ഷനിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതിന്റെ പ്ലെയിൻ ഇംഗ്ലീഷ് മീനിങ് കൊടുക്കുക, അതാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അതില് ഇല്ലോജിക്കോ അല്ലെങ്കിൽ ഇൻകൺവീനിയൻസോ അതൊന്നും അത്ര റെലവെന്റ് അല്ല. അപ്പൊ അങ്ങനെയാണ് ഒരു ഫിസിക്കൽ സ്റ്റാറ്റ്യൂട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഡെഫിനിഷൻ എല്ലാ എനാക്ട്മെന്റിലും, വലിയ എനാക്ട്മെന്റ്സിൽ, സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള എനാക്ട്മെന്റ്സിലെല്ലാം സെക്ഷൻ 2 മിക്കവാറും ഡെഫിനിഷൻ ക്ലോസ് ആണ് ആവാറ്. അതേപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ടിലും ഡെഫിനിഷൻ ക്ലോസ് ആണ് ഉള്ളത്. ഡെഫിനിഷൻ ക്ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡെഫിനിഷൻ ഒരു പർട്ടിക്കുലർ വേർഡിന്റെ ഡെഫിനിഷൻ അതിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഫോളോ ചെയ്യാവും. അപ്പൊ അത് കുത്തും കോമയും വരെ നോക്കിയിട്ട് വേണം നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്യാൻ. അപ്പൊ അതിൽ സാധാരണ ഗതിയിൽ കണ്ടുവരുന്നതാണ് മീൻസ്, ഇൻക്ലൂഡ്സ്, മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്നുള്ള ഒരു വേർഡ്സ്. അതായത് ഒരുവിധം എല്ലാ ഡെഫിനിഷനിലും വരുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഉണ്ണീഷൻ സാർ പറഞ്ഞിരുന്നു തോന്നുന്നു, എന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയാം. When a definition uses the word means, then such definition is complete, full and exhaustive. There is no scope for adding any other things into that. For example, Section 2, subsection 9 of Income Tax Act deals with assessment year. It says, assessment year means the period of 12 months commencing on the first day of April every year. എല്ലാ കൊല്ലവും ഏപ്രിൽ 1-ാം തീയതി മുതൽ തുടങ്ങി അടുത്ത 12 മാസം എന്നുള്ളതാണ് ഒരു അസസ്മെന്റ് ഇയർ. ഇതിൽ യാതൊന്നും കൂട്ടാനും ഇല്ല, കുറയ്ക്കാനും ഇല്ല, ഒന്നുമില്ല. അതാണ് മീൻസ് എന്നുള്ള ഡെഫിനിഷൻ. അതേപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, വേറൊരു ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ആണ് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ. അതിൽ വേർഡ് യൂസ് ചെയ്യുക ഇൻക്ലൂഡ്സ് എന്നാണ്. When a definition uses the word includes, such definition is inclusive, provides only an illustrative meaning. There is scope for adding more, provided the stipulated criteria is satisfied. എന്ന് വെച്ചാൽ includes എന്ന എഴുതിയ definition doesn't give the full exact meaning. It gives more or less a criteria for adding anything into that. അപ്പോ ഒരു ക്രൈറ്റീരിയ ആദ്യം ഈ ഡെഫിനിഷൻ കൂടെ അവര് നിയമം കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ക്രൈറ്റീരിയയാണ്. ഏതെങ്കിലും സംഭവം ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ, എനിത്തിങ് വിച്ച് മീറ്റ്സ് എ ക്രൈറ്റീരിയ ഫുള്ളി can be included in that definition. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാം. Section 231 of the Act, person ഇന്ന് പഠിക്കാൻ പോണത് തന്നെയാണ്. Person includes an individual, an HUF, company, firm, an association of person or body of individuals, whether incorporated or not, local authority, every artificial juridical person not falling within any of the preceding subclause. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അസസി എന്ന് പറഞ്ഞതിന്റെ അസസിയുടെ ഡെഫിനിഷന്റെ ഭാഗമായിട്ട് പേഴ്സൺ വന്നിരിക്കുന്നത്. അപ്പോ ഇൻകം ടാക്സ് ആക്ട് അസസബിൾ യൂണിറ്റ്, അസസി എന്ന് പറഞ്ഞാൽ അസസബിൾ യൂണിറ്റിനെയാണ് അവര് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ ഇൻകം ടാക്സിന്റെ ഉദ്ദേശം തന്നെ ഇൻകം ഉള്ള സ്ഥലത്ത് ടാക്സ് ലെവി ചെയ്യാന്നാണ്. അപ്പോ എനി പേഴ്സൺ, എനിബഡി, അത് ഒരു ഇൻകോർപ്പറേറ്റഡോ അല്ലാത്തതോ അല്ലെങ്കിൽ ഒഫീഷ്യലോ ഇൻഫോർമലോ ഫോർമലോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു അസസിബിൾ യൂണിറ്റിനെ, എല്ലാ അസസിബിൾ യൂണിറ്റ്സിനെയും അവർക്ക് ഇൻകം ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരണം. അവരെ ഈ പറഞ്ഞ എല്ലാ അസസിബിൾ യൂണിറ്റ്സിനെയും അവർക്ക് അസസ് ആക്കണം, എന്നാലേ ടാക്സ് ലെവി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ആ ഇൻക്ലൂസീവ് മൈൻഡോട് കൂടിയിട്ടാണ് അവര് അസസി എന്നുള്ളതും പേഴ്സൺ എന്നുള്ളതും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഏത് ഇൻകം ജനറേറ്റ് ചെയ്യണ എന്ത് സ്ഥാപനത്തിനെയോ ആൾക്കാരെയോ ഓർഗനൈസേഷനെയോ അസോസിയേഷനെയോ എല്ലാത്തിനെയും അവർക്ക് അസസി ആക്കണം. അതിന് വേണ്ടിയിട്ട് പേഴ്സൺ എന്നുള്ള ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് അവര് 6 എണ്ണം ഡിഫൈൻ ചെയ്തു, ലോക്കൽ അതോറിറ്റി വരെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എവ്രി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ
not falling within any of the preceding subclause will be included as person എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓരോ ആക്ടില് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇന്റൻഷനും ആ ഒരു ഇതും കൂടി നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. പിന്നെ ചില കേസുകളിൽ കാണാറുള്ളത് മീൻസ് ആസ് വെൽ ആസ് ഇൻക്ലൂഡ്സ് എന്നുള്ള ഡെഫിനിഷനാണ്. ഫോർ എക്സാമ്പിൾ, ആസ് പെർ സെക്ഷൻ 228A of the Act, interest means interest payable in any manner in respect of any monies borrowed or debt incurred, including a deposit, claim, or other similar right or obligation, and includes any service fee or other charges in respect of such monies borrowed or debt incurred, in respect of any credit facility. അപ്പോ ഇത് ഡിഫൈൻ ചെയ്യണത് ഇൻട്രസ്റ്റ് എന്നുള്ള വേർഡാണ്. ഇതിലെ ആദ്യത്തെ പോയിന്റ് ഇവർ പറയണത് ഇൻട്രസ്റ്റ് മീൻസ് ഇൻട്രസ്റ്റ് പേയബിൾ ഇൻ എനി മാനർ. ഇൻ എനി മാനർ എന്നുള്ളതാണ് അവര് രണ്ടാമത് ഇൻക്ലൂസീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻ എനി മാനർ ഇൻ റെസ്പെക്ട് ഓഫ് മണീസ് ബോറോഡ് ഓർ ഡെപ്റ്റ് ഇൻകർ. അപ്പൊ ആദ്യം നടക്കുന്നത് മണീസ് ബോറോ ചെയ്യണു ഓർ ഡെപ്റ്റ് ഇൻകർ ചെയ്യണു. അതിന്റെ ഇതിനെ പറ്റി ഈ മണി ബോറോ ചെയ്തതോ ഡെപ്റ്റ് ഇൻകർ ചെയ്തതിനോ വരണ റെഗുലർ പേയ്മെന്റ്സ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇൻട്രസ്റ്റ് പേയബിൾ ഇൻ എനി മാനർ എന്നുള്ളതിനെ അവര് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ വേർഡ് ചേർത്തിട്ട് പറയണു. ഇൻക്ലൂഡ്സ് എനി സർവീസ് ഫീ ഓർ അതർ ചാർജസ് ഇൻ റെസ്പെക്ട് ഓഫ് മണീസ് ബോറോ. അതാണ് ഇൻക്ലൂസീവ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്നുള്ള ഡെഫിനിഷൻ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം. ആദ്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള കേസുകളെ അവര് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആൻഡ് ഇൻക്ലൂഡ്സ് എന്നുള്ള വേർഡും കൂടി യൂസ് ചെയ്തിട്ട് പറയും. നമുക്ക് ഇതേപോലത്തെ ഡെഫിനിഷൻസ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ് ഉള്ള ഡെഫിനിഷൻ ധാരാളം ഉണ്ട്. ആ സമയം വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാം. ഇപ്പോ ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് ഓരോ ഡെഫിനിഷൻ വായിക്കുമ്പോൾ എന്നുള്ളതിനെ പറ്റി പറഞ്ഞതാണ്. ഓക്കെ. ഇതുവരെ കഴിഞ്ഞതില് എന്തെങ്കിലും സംശയം വല്ലവർക്കും ഉണ്ടെങ്കിൽ പറയാം. പ്രൊസീഡ് ചെയ്യാമോ? ശരി, പ്രൊസീഡ് ചെയ്യാം. അടുത്ത ഡെഫിനിഷൻ വരുന്നത് നേരത്തെ പറഞ്ഞു അസസി ആൻഡ് പേഴ്സൺ. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തത് ഇൻകം ടാക്സ് ആക്ട് എന്താണ് എന്നുള്ള അതിന്റെ ഒരു ഓവർവ്യൂ, അതിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളത് വായിച്ചു. ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത് അസസിക്ക് വേണ്ടിയിട്ടാണ്. അസസിനെ അസസ് ചെയ്യാനാണ്, ടാക്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അസസി എന്നുള്ളതിലേക്ക് പോവാം. ആസ് പെർ സെക്ഷൻ 27 ഓഫ് ദി ആക്ട്, അസസി മീൻസ്, അസസി എന്താണെന്ന് മീൻസ് എന്നുള്ള എക്സോസ്റ്റീവ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ പേഴ്സൺ ബൈ ഹൂം any tax or any other sum of money is payable. അവരെയാണ് അസസി എന്ന് പറയുക. A person by whom any tax or any other sum of money is payable under this act. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം ടാക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെനാൽറ്റി ആവാം, ഫീസ്, ഇൻട്രസ്റ്റ് ആവാം, വാട്ട് എവർ എനി സം, അത് പേയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് അസസി എന്ന് പറയുക. മീൻസ് പറഞ്ഞു. ഇനി ആൻഡ് ഇൻക്ലൂഡ്സ് every person in respect of whom any proceeding under this act has been taken. Every person who is deemed to be an assessee under the provision of this act. Every person who is deemed to be an assessee in default. ഇതിലെ അരുൺ സാറേ മ്യൂട്ടായി. സാർ ഒരു കാര്യം മ്യൂട്ടായിട്ടുണ്ട്. ഹലോ ഹലോ മ്യൂട്ട് ചെയ്യൂ. ഹലോ ഹലോ, ആരാ? ഹലോ, യെസ്. എന്ത് പറ്റി? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാമോ? കേൾക്കാമോ? യെസ് യെസ്, കേൾക്കുന്നുണ്ടല്ലോ. അല്ല, എവിടെ മുതലേ മ്യൂട്ട് ആയത്? ഇല്ല, അത് ഞാനേ ഒരു കോള് വന്നപ്പോ പോയതാ, അതുകൊണ്ടാ.
അല്ല ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞതില് എന്നെ മ്യൂട്ടാക്കിയല്ലോ. അത് എവിടെ മുതൽ അസസ് ചെയ്യാൻ പേഴ്സൺ കേട്ടോ? അസസ്മെന്റ് പേഴ്സൺ തുടങ്ങിയാൽ മതി. അസസ്മെന്റ് പേഴ്സൺ തുടങ്ങിയാൽ മതി. ഓക്കെ ഓക്കെ. ഒരു നിമിഷമേ സാറേ, ഇടയ്ക്ക് എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്നില്ലേ? ഹലോ, എന്റെ മ്യൂട്ട് ചെയ്തിട്ടില്ല. തുടങ്ങാമോ? ഷെയറിംഗ് ശരിയായിട്ടില്ലേ? ശരി ശരി ശരി. അപ്പൊ പറഞ്ഞു ഒന്ന് അസസ് ചെയ്യാൻ പേഴ്സൺ ഒന്നും കൂടി പറയാം. As per section 27, assessee means a person by whom any tax or any other sum of money is payable under this act എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അസസി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എക്സോസ്റ്റീവ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആസ് എനി പേഴ്സൺ by whom any tax or other sum of money, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏതെങ്കിലും ടാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ, അതായത് ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പേയബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണെയാണ് നമ്മൾ അസസ് എന്ന് പറയുക. ഇത് എക്സോസ്റ്റീവ് ആയിട്ട് ഡിഫൈൻ ചെയ്തെങ്കിലും അവര് ഒരു ഇല്ലസ്ട്രേറ്റീവ് ആയിട്ട് എന്ത് വന്നാലും ഇൻക്ലൂഡ് ചെയ്യും എന്ന് പറഞ്ഞ രീതിയിൽ 3 പേരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് every person in respect of whom any proceeding under this act has been taken. ഇതെന്താ കവർ ചെയ്യുക? ഒരാള് അങ്ങേർക്ക് ഇൻകം ഉണ്ട്, പക്ഷെ അങ്ങേര് റിട്ടേണും ഫയൽ ചെയ്യാറില്ല, ടാക്സും അടയ്ക്കാറില്ല. അങ്ങനെയുള്ള കേസുകളിൽ അവര് അദ്ദേഹത്തിന് അസസ് ആയിട്ട് കൺസിഡർ ചെയ്യണില്ലെങ്കിൽ കൂടി ഇൻകം ടാക്സ് ആക്ടിൽ പ്രകാരം ഇൻകം ടാക്സ് ഓഫീസർ അവരെ അസസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതാണ് person in respect of whom any proceeding has been started who is deemed to be an assessee or who is deemed to be an assessee in default. ഈ 3 എണ്ണം അതിൽ ആഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ hence an assessee includes actual assessee as well as deemed assessee. ഇനി ഇതില് അസസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് പേഴ്സൺ എന്നുള്ള ഡെഫിനിഷനിലാണ്. കാരണം അസസി മീൻസ് എ പേഴ്സൺ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവരുടെ മനസ്സിൽ എന്താ, അവരുടെ ഇന്റൻഷൻ എന്താ, ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ എന്താന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺ ഷുഡ് ബി ഇൻക്ലൂഡഡ് ആസ് അസസിബിൾ യൂണിറ്റ്സ്. കാരണം ആർക്കെങ്കിലും ഇൻകം വരുന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് പേ ചെയ്യേണ്ടതുണ്ടോ എന്ന് കമ്പ്യൂട്ടേഷൻ ചെയ്ത് ടാക്സ് പേ ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി അവർക്ക് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം അസസിബിൾ യൂണിറ്റ്സ് ആക്കണം. അപ്പൊ അത് ആ രീതിയിലാണ് പേഴ്സണും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ പേഴ്സൺ ഇൻക്ലൂഡ്സ്, അവർ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ, പേഴ്സൺ ഇൻക്ലൂഡ്സ് അണ്ടർ സെക്ഷൻ 231 ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, association of person or body of individual, whether incorporated or not, local authority, and every artificial juridical person not falling within any of the preceding subclauses. Explanation. For the purpose of this clause, an association of person or a body of individual or a local authority or an artificial juridical person shall be deemed to be a person, whether or not such person or body or authority or juridical person was formed or established or incorporated with the objective of deriving income, profit or gains. നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും മാക്സിമം വൈഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് പേഴ്സൺ എന്നുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം എനിബഡി ഹു ഈസ് ക്യാരിയിങ് ഓൺ ആൻ ആക്ടിവിറ്റി വിച്ച് ഹാസ് മോണിറ്ററി വാല്യൂ, മണി ബേസ്ഡ് ആയിട്ടുള്ള ഏത് ആക്ടിവിറ്റി ആര് ചെയ്താലും എന്ത് അസോസിയേഷൻ ചെയ്താലും ഇൻകം ടാക്സ് ആക്ട് അപ്ലൈ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പേഴ്സണും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അസസിയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ളത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നില്ല. ഫേമിനാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമില്ല. 5000 രൂപ കൊടുത്തൊരു പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ആയാൽ തന്നെ പാർട്ണർഷിപ്പ് ഫേമായി, അസസിബിൾ യൂണിറ്റ് ആയി, പാൻ കിട്ടും, കമ്പനി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോ അത്ര ലിബറൽ ആണ്. എന്ന് വെച്ചാൽ പാൻ കൊടുത്താലും അവരുടെ ആക്ടിവിറ്റി ഷുഡ് ബി കവേർഡ് അണ്ടർ ദിസ് ആക്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അസസി എന്നുള്ളതും പേഴ്സൺ എന്നുള്ളതും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺസിലേക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം ഒന്ന് നോക്കാം. ആദ്യം പറഞ്ഞത് നമ്മൾ ഏതൊക്കെ ആക്ട്, ലോ, എന്താണ് ഇൻകം ടാക്സിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ആരുടെ പേരിലാണ് അപ്ലൈ ചെയ്യുക, അസസിയുടെ മേലിലാണെന്ന് പഠിച്ചു.
അപ്പൊ അസസിയുടെ ഡെഫിനിഷൻ നോക്കി. അപ്പൊ അസസി എന്ന് പറഞ്ഞാൽ പേഴ്സൺ ആണെന്ന് മനസ്സിലായി. പേഴ്സന്റെ ഡെഫിനിഷൻ നോക്കി. അതില് ഒരു റെസിഡറി ആയിട്ട് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞൊരു റെസിഡറി ക്ലോസ് ഉണ്ട്. അതിൽ ബാക്കിയുള്ള എല്ലാം ഉൾപ്പെടും എന്ന് പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് ടൈപ്പ് ഓഫ് പേഴ്സൺസ്, ഈ പറഞ്ഞ അസസബിൾ യൂണിറ്റ്സ് ഡിഫറെന്റ് ടൈപ്പ് എല്ലാത്തിനെ പറ്റിയും ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് അസസബിൾ യൂണിറ്റ് ഈസ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽ ഷാൽ മീൻ എ നാച്ചുറൽ പേഴ്സൺ, എ ഹ്യൂമൻ ബീങ്. അതാണ് ഇൻഡിവിജ്വൽസിൽ കവർ ചെയ്യുക. In the case of a deceased person, the assessment will be completed on legal representative. അതിന് വേറെ നിയമമുണ്ട്, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതിന്റെ അവർ ഇൻഹെറിറ്റ് ചെയ്യുന്ന എസ്റ്റേറ്റ് ഒക്കെ നോക്കിയിട്ടാണ്. പക്ഷെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ മേലായിരിക്കും കണ്ടിന്യൂ ചെയ്യുക, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഡിവിജ്വൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എവറി നാച്ചുറൽ പേഴ്സൺ as an accessible unit and PAN can be given, assessment can be done. Okay. Second type is association of person, AOP. Another word. Two or more persons. Two or more persons nana. Persons are any person. Rather individual avanilla, even firm avam, company avam, where AOP avam, endu. Two or more persons joining for pursuing a common objective through common actions with an intention to generate income, profit or gains, but not acting as a partnership firm. Partnership firmന്റെ ഡെഫിനിഷൻ ഏതാണ്ട് ഇതേപോലെയാണ്. അതുകൊണ്ടാണ് പാർട്ണർഷിപ്പ് ഫേമിനെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വന്നാലും ടു ഓർ മോർ പേഴ്സൺസ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അവര് കോമൺ ആക്ടിവിറ്റി ചെയ്ത് കോമൺ ഇന്റൻഷനോടുകൂടി കോമൺ ആക്ടിവിറ്റി ചെയ്യുന്നിട്ട് ഉണ്ടാക്കുന്ന ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അസോസിയേഷനെയാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുക. ഏറ്റവും കോമൺ എക്സാമ്പിൾ ക്ലബ്സ് അങ്ങനെയുള്ള ഇതെല്ലാം അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ടാണ് വരിക. Members of AOP can be individuals or firm or company. For example, Mr. A, individual, together with AB Private Limited, or company, and ABC and company, or firm, commonly pursues a trading activity, but not as a partnership firm. It can be treated as an AOP. ശ്രദ്ധിക്കേണ്ട കാര്യം, here all the members are joining for pursuing the activity voluntarily. അവര് voluntarily ഒരു കോമൺ ഒബ്ജക്റ്റീവ് വെച്ചിട്ട് കോമൺ ആക്ഷനും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബിസിനസ് മോട്ടീവോടുകൂടി, അതായത് പ്രോഫിറ്റ് മോട്ടീവോടുകൂടി അസോസിയേറ്റ് ചെയ്യാം. അതിനെയാണ് AOP എന്ന് പറയുക. ഇത് നിങ്ങളുടെ പ്രാക്ടിക്കൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വരുന്നതാണ്. ചില കേസുകൾ ഇപ്പൊ ഇൻഡിവിജ്വൽസ് ആണ് കൂടുതലുണ്ടെങ്കിലും AOP ട്രസ്റ്റ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു നോക്കേണ്ട വിഷയമാണ് AOP എന്നുള്ളത്. BOI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. എ പേഴ്സൺ ഹു റിസീവ്സ് ദി ഇൻകം ജോയിന്റ്ലി ആൻഡ് ഹു ഈസ് അസസബിൾ ആസ് ബെനിഫിഷ്യറീസ് ഇൻഡിവിജ്വലി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിൾ ആദ്യം പറയാം, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. മിസ്റ്റർ എ ഹു വാസ് ക്യാരിയിങ് ഓൺ ഇൻഡിവിജ്വൽ ബിസിനസ് ഡൈഡ് ആൻഡ് ഹിസ് വിഡോ കണ്ടിന്യൂഡ് ദ ബിസിനസ് ആസ് എ സിംഗിൾ യൂണിറ്റ് on her behalf and on behalf of her minor children. ഒരാള് മിസ്റ്റർ എ എന്ന് പറഞ്ഞ ഒരാള് ബിസിനസ് നടത്തുമ്പോൾ അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ അത് ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനാണ് വരിക. ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് പറഞ്ഞാൽ വൈഫ് ആൻഡ് ചിൽഡ്രൻ. അവർക്ക് പിന്നെ അവരത് ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റിനെ BOI എന്നുള്ള രീതിയിലാണ് പറയുക. കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ബിസിനസിന്റെ 3 അവകാശികളുണ്ട്. ആ 3 അവകാശികൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഷെയർ വാങ്ങുകയോ ചെയ്യുകയോ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് അത് ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ അവിടെ ഒരു അസോസിയേഷൻ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ വന്നു. ഈ 3 പേർക്ക് അവകാശപ്പെട്ട സാധനം അവർ ഒരു അസസിബിൾ യൂണിറ്റ് ആയിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ. അതിനെയാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലി ഇൻഡിവിജ്വൽസ് ക്യാൻ ബി മെമ്പേഴ്സ്. ഇറ്റ് ഇസ് എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഓൺലി. വേറെ ബാക്കി പേഴ്സൺസ് ഒന്നും കമ്പനി ഒന്നും പറ്റില്ല. പിന്നെ ദോസ് മെമ്പേഴ്സ് ആർ ജോയിനിങ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആൻഡ് നോട്ട് വോളണ്ടറിലി. ഈ ഭാര്യയും മക്കളും മുമ്പുണ്ടായിരുന്നെങ്കിലും ദേ വർ നോട്ട് ഡൂയിങ് ബിസിനസ്. പക്ഷെ ഇപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തില് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ
it became an assessable unit since they are continuing the same business as a single unit in the same manner. അങ്ങനെ ഉണ്ടാവണ അസോസിയേഷനെയാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുക. ടാക്സ് അസസ്മെന്റിലെ AOPയും DOയും അതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അസസ്മെന്റ് രീതിയും കമ്പ്യൂട്ടേഷനും ഒന്നും വ്യത്യാസമില്ല. പക്ഷെ they are different in the sense one is formed voluntarily, AOP is formed voluntarily, DOI is by operation of law. AOP, even if any person can be a member of that AOP, DOI ആകുമ്പോൾ only individuals can be member of that. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇനി വരുന്ന ലോക്കൽ അതോറിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് wants to bring all assessees, everybody who is doing monetary transactions into its net. Local authority നിങ്ങൾക്കറിയാം, government is funding them. അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള പവർ ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് മോട്ടീവോട് കൂടിയിട്ടും പല ലോക്കൽ അതോറിറ്റീസും പല ട്രാൻസാക്ഷൻസും എൻ്റർ ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാവും, സിനിമാ തിയേറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പല ആക്ടിവിറ്റീസും പ്രോഫിറ്റ് മോട്ടീവോട് കൂടിയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ദേ ഹാവ് ടു ബി അസെസ്ഡ്. അതിനു വേണ്ടിയിട്ടാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞൊരു അസെസിബിൾ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് റെഫേഴ്സ് ടു ആൻ അതോറിറ്റി ലീഗലി എൻറ്റൈറ്റിൽഡ് ടു കൺട്രോൾ ആൻഡ് മാനേജ് മുനിസിപ്പൽ ഓർ ലോക്കൽ ഫണ്ട്സ്. ഗവൺമെന്റ് ഫണ്ട്സ്, എല്ലാവരുടെയും പൈസ, ഗവൺമെന്റ് ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഓതറൈസ്ഡ് ലീഗലി എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി, അതാണ് ലോക്കൽ അതോറിറ്റി. അവരും ഒരു അസെസിബിൾ യൂണിറ്റ് ആണ്. മുനിസിപ്പൽ അതോറിറ്റി, ഡിസ്ട്രിക്ട് ബോർഡ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ 6 യൂണിറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ പഠിച്ചു. ഇനിയുള്ള യൂണിറ്റ്, 7ാമത്തെ യൂണിറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ റെസിഡുവറി തിങ്. Entities which are not natural persons but which can be independently identifiable, like temple, church, university, etc. അപ്പൊ ടെമ്പിളിന്റെ പേരിൽ ലാൻഡ് ഉണ്ടാവാം, ചർച്ചിന്റെ പേരിൽ ലാൻഡ് ഉണ്ടാവാം, അവര് റെന്റൽസ് കിട്ടുണ്ടാവാം. അങ്ങനെ ദേ ആർ ഡൂയിങ് നോട്ട് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേജർ മോട്ടീവ് ബിസിനസ് അല്ലെങ്കിൽ കൂടി some of the transactions are done with a business motive. They earn interest income, they earn other income also. അപ്പൊ അവർക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് they have to be some sort of an assessment unit should be formed, and അതിനാണ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്നുള്ള പേരോട് കൂടിയിട്ട് അസസബിൾ യൂണിറ്റ് ആക്കിയത്. ഇതാണ് നമ്മളുടെ അസസ്സി എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ. അസസ്സിയുടെ ബേസിക് ഐഡിയ ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത 2 കാര്യം, ഇപ്പൊ നമ്മള് ഇൻകം ടാക്സ് പഠിക്കുമ്പോ ഇൻ ഇഫക്ട് വി ഹാവ് 2 years, അതായത് 1 year generate our income. In one financial year we generate our income. After the completion of that financial year we compute our tax payable, assess ourselves and file return. അപ്പൊ അത് കഴിഞ്ഞ് ദി ഇയർ ഓഫ് ജനറേറ്റിംഗ് ഇൻകം കഴിഞ്ഞു വരുന്ന ഇൻകത്തിലാണ് അസസ്മെന്റ് നടക്കുക. അതുകൊണ്ടാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവും, അവിടെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുക. സബ്സിക്വന്റ്ലി വരുന്നത് അവിടെയാണ്, ആ ഇയറിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുക. അതിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. സെക്ഷൻ 2(9) of the Income Tax Act defines assessment year means period of 12 months commencing on the first day of April every year. But income tax is more interested in assessment year. Adana avരുടെ വർക്ക്. Okay. Section 3 read with section 234 provides that previous year means the financial year immediately preceding the assessment year. Financial year എന്നല്ല അവർ യൂസ് ചെയ്യണത്, ഇതിൽ previous year എന്നാണ്. That makes sense because assessment year ന്റെ തൊട്ട് മുമ്പത്തെ ഇയർ ആണ് previous year. അതിലാണ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ income is earned by the assessee in the previous year or financial year, and the same income is assessed in the assessment year. Hence, the previous year 2019-20, the assessment year will be 2021. അത് കൺഫ്യൂഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഇനി വല്ല സംശയം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോ പറഞ്ഞു തരുമോ?
ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മളത് ഒരു അങ്ങനെ ഒരു ഡിസീസ്ഡ് പേഴ്സൺ ഉണ്ടായ ശേഷം മാത്രം അങ്ങനെ ഒരു നമ്മുടെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അതാണ് ബോഡി ഓഫ് അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ജനറലി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ് വരാറ്. കാരണം അസോസിയേഷൻ ഓഫ് പേഴ്സൺ വ്യത്യസ്തമായിട്ട് വോളണ്ടറി ആയിട്ട് ഒരു കാര്യം നമ്മളൊരു ബിസിനസ് കാര്യം ചെയ്യാൻ വേണ്ടി അല്ല BOI ഉണ്ടാവാറ്. അതാണ് എനിക്ക് കേട്ടത്. നമ്മൾ മറ്റേ അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ BOI ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ താങ്ക് യു. അത് അറിഞ്ഞാൽ മതി. ഓക്കെ BOIയില് ഈ പറഞ്ഞപ്പോ ഒരു വിഡോവർ പറഞ്ഞല്ലോ, ആ വിഡോവറും ആ ചിൽഡ്രനും അസസിബിൾ ആണോ? അതെ, അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ഒരു നല്ല രീതിയിൽ പോണ ഒരു സ്ഥാപനം എന്ന് വെച്ചോളൂ, അത് ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ അത് അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ഓണർ മരിച്ചു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടിയും പോലെ ഇതൊരു പ്രോപ്പർട്ടി ആണല്ലോ. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയാണ്. ആ ബിസിനസ്സിനും 3 അവകാശികളായി, 3 ഓണേഴ്സായി, പാർട്ട് ഓണേഴ്സ്, ജോയിന്റ് ഓണേഴ്സായി. അപ്പോ ദെൻ ദേ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഈ 3 ഓണേഴ്സും കൂടി ദേ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ ആസ് ടു ഹൗ ടു പ്രൊസീഡ്, ഹൗ ടു കണ്ടിന്യൂ ബിസിനസ് ഓപ്പറേഷൻ. ഒന്നില്ലെങ്കിൽ അത് നിർത്താം, എന്നിട്ട് 3ആയിട്ട് ഷെയർ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 3ആയിട്ട് നടത്താം. അങ്ങനെ വരും. അപ്പൊ ആ ഒരു കേസിലാണ് ഇവിടെ ഇപ്പോ വൈഫും ചിൽഡ്രനും കൂടി ഒരു ബിസിനസ് യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. പക്ഷേ അതിന്റെ ഓണർ ഇൻസ്റ്റെഡ് ഓഫ് 1 there are 3 persons. അവർ ഇൻഡിപെൻഡന്റ്ലി ബെനിഫിഷ്യറീസ് ആണ്. ഇൻഡിവിജ്വലി ദേ ആർ ബെനിഫിഷ്യറീസ്. പക്ഷേ ഇൻഡിവിജ്വലി 3 പേരും ബെനിഫിഷ്യറി ആണെങ്കിൽ കൂടി ഇൻകം ടാക്സ് പർപ്പസിന് there is only 1 unit, 1 single unit. അതാണ് ഈ BOIയുടെ ബേസിസ്. അതേപോലെ ഒരു കാര്യം കൂടി, ഈ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ഉണ്ടല്ലോ, അതില് ചില ഈ ടെമ്പിളിനൊക്കെ അവിടുത്തെ കമ്മിറ്റികള് പാൻ കാർഡ് എടുക്കാൻ വേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മള് കമ്മിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് ഉണ്ടാക്കുന്ന കമ്മിറ്റിയാണല്ലോ. അപ്പൊ അത് കമ്മിറ്റിന്റെ പേരിൽ അമ്പലത്തിന്റെ പേരിലാണ് ഒരു പാൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ എടുക്കാൻ പറ്റുമോ ഈ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ? അല്ല, അതായത് ഇപ്പൊ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിലും AOP ആണെങ്കിലും BOI ആണെങ്കിലും എന്താണെങ്കിലും ഏതെങ്കിലും ഒരാള് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സം മെമ്പർ ഹാസ് ടു ആക്ട് ഓൺ ദെയർ ബിഹാഫ്. അതായത് ഇതിപ്പോ ഒരു റെപ്രസെന്റേറ്റീവ് അസസി എന്നാണ് പറയുക. അപ്പൊ ഈ BOIയുടെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് റെപ്രസെന്റേറ്റീവ് ഒരു ട്രസ്റ്റിന്റെ ആണെന്ന് വെച്ചു. ഏറ്റവും സിമ്പിൾ കാര്യം ട്രസ്റ്റിന്റെ കാര്യമുണ്ട്. അപ്പൊ ട്രസ്റ്റി വിൽ ടേക്ക് ദി will sign the income tax return and also the PAN application form sign ചെയ്യുന്നത് ട്രസ്റ്റിയാണ്. അപ്പൊ ഈ ട്രസ്റ്റി തന്നെയാണ് റെപ്രസെന്റേറ്റീവ് അസസി ആയിട്ട് സൈൻ ചെയ്തിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണത്. അങ്ങയുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലല്ല, ആസ് എ റെപ്രസെന്റേറ്റീവ് അസസി. അപ്പൊ ഇവിടെ ടെമ്പിളിന്റെ ആണെങ്കിൽ ദേവസ്വോ അല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആള് അതിനിപ്പോ എന്തെങ്കിലും ഒരു റെസൊല്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സം സോർട്ട് ഓഫ് ഒരു ഇത് വേണ്ടി വരും. അങ്ങനെ ഇതിനെ സമ്മതിച്ചു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഫയൽ ചെയ്യാൻ ഉണ്ടാവുക. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. പറയും. ഇതില് ഒരാള് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കലെ ആള് മരിക്കുകയാണെങ്കിൽ നമുക്ക് അവര് ആളുടെ ഭാര്യ മക്കളും കൂടെ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം, AOP ആയിട്ട്. പക്ഷെ ചില സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ആവും ഈ മരിച്ച ആളുടെ പേരിലുണ്ടെന്ന് വെച്ചോളൂ, ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്. അപ്പൊ ആ കേസിൽ വരുമ്പോ നമ്മള് ഇൻകം ടാക്സിൽ ഒരു കാര്യം പറയുന്നു, അത് സെപ്പറേറ്റ് ആയിട്ട് അസസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 26-ല്. അങ്ങനെ ഒരു കാര്യം കൂടി ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതാ. ചില സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി അത് അങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ കേസില്, അതായത് ബിൽഡിംഗ് ആണെങ്കിൽ അങ്ങനെ വരുമ്പോ ഇൻകം ഹൗസ് പ്രോപ്പർട്ടി വരുമ്പോ അവർ പറയുന്നുണ്ട് സെക്ഷൻ 26-ല് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെപ്പറേറ്റ്ലി അസസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞതില് ഒരു ചെറിയൊരു ഇതെനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതെന്താണെന്നറിയോ സാറേ, അതായത് ഇവിടെ നമ്മളിപ്പോ ഈ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണെങ്കിലും AOP ആണെങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് വിത്ത് എ പ്രോഫിറ്റ് മോട്ടീവ് ഒരു പോസിറ്റീവ് ആക്ഷൻ അവിടെ ഉണ്ടാവണം. അതായത് AOP-യിലാവുമ്പോ അല്ലെങ്കിൽ BOI ആണെങ്കിൽ കൂടി ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാര് ഒരു ആക്ടിവിറ്റി അവിടെ നടത്തണം, ബിസിനസ് ആക്ടിവിറ്റി.
പക്ഷെ ഇതില് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ തന്നെ സാറിന് അറിയാലോ, അവിടെ നോഷണൽ ഇൻകം ടാക്സ് ചെയ്യും. അവിടെ ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അതിന് കിട്ടുന്ന റെന്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഡിവൈഡ് ചെയ്യണം, അത് സെപ്പറേറ്റ്ലി ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് അത് ശരിയാണ്. അതെ. അങ്ങനെയുള്ള കേസ് BOI വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ, ഇവിടെ ഇപ്പോ മിസ്റ്റർ എ, ഈ കേസിലും അങ്ങനെ ചെയ്യാമായിരുന്നു. ഈ കേസിലും മിസ്റ്റർ എയുടെ ബിസിനസ് അവിടെ അങ്ങനെ മരിച്ചപ്പോ മിസ്റ്റർ എക്ക് അത് അതിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള വൈഫിനും ചിൽഡ്രനും അത് ഡിവൈഡ് ചെയ്ത് എടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ബിസിനസ് നടക്കില്ല. ബിസിനസ് വിൽ സ്റ്റോപ്പ്. കാരണം ആരെങ്കിലും ഒരു ലീഡ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടിയാണ് അവര് ബിസിനസ് ഒരു റണ്ണിങ് ആയതുകൊണ്ടാണ് സിംഗിൾ യൂണിറ്റ് ആയിട്ട് വന്നത്. മറ്റേതിൽ അങ്ങനത്തെ ഒരു കേസ് ഇല്ല. ശരി, ഇനി നമുക്ക് ഇൻകം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാം. അപ്പൊ അസസിനെ അപ്ലൈ ചെയ്തു. ഇനി അസസിനെ എന്താണ് ഇൻകം ടാക്സുകാർക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം അസസ് ചെയ്യാന്നാണ് താല്പര്യം. അപ്പൊ ഇൻകം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. സെക്ഷൻ 224 ആണ് ഇൻകം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. അത് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, കാരണം അത് തന്നെ ഒരു 2 പേജ് എടുക്കും. അത് അത്രയും അത്രയും കുറെ കാര്യങ്ങള്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ, ഡിവിഡന്റ്, വോളണ്ടറി കോൺട്രിബ്യൂഷൻ, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്, എക്സ്പോർട്ട് ഇൻസെന്റീവ്, ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, ക്യാപിറ്റൽ ഗെയിൻസ്, എല്ലാ വിന്നിംഗ് ഫ്രം ലോട്ടറി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അത്ര റെലവെന്റ് അല്ല, കാരണം ഒരുവിധം എല്ലാം അതിൽ വരും, അതിൽ ഇല്ലാത്തതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട്, പക്ഷെ വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദ പ്രിൻസിപ്പിൾ, ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻകം. ദർ ആർ സർട്ടൻ കൺസെപ്റ്റ്സ് വിച്ച് ഡിഫൈൻസ് ഇൻകം ജനറലി. അതിലേക്ക് നമുക്ക് ആദ്യം പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ഇൻകത്തിന്റെ ഡെഫിനിഷനിലേക്ക് രണ്ടാമത് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ സെക്ഷൻ 224 of the Act has defined the term income in an inclusive way by providing the widest illustration. The objective is to include any item of income which has not been specifically exempted under other sections. അതാണ് ഇൻകത്തിന്റെ ഡെഫിനിഷൻ. ഒരുവിധം എല്ലാം വരും. ഇനി ഫസ്റ്റ് കൺസെപ്റ്റ് ഓൺ ഇൻകം, ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് റവന്യൂ റെസീറ്റ്. ഒരു എല്ലാ റെസീറ്റും ഇൻകം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അൺജസ്റ്റിഫൈഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരു ബാങ്ക് ലോൺ എടുത്തു. ബാങ്ക് ലോൺ എടുത്തപ്പോ പൈസ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു, 10 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. അതിൽ ഞാൻ ടാക്സ് കൊടുക്കണോ വേണ്ടയോ? അതൊരു റെസീറ്റ് ആണ്, ശരിയാണ്. പക്ഷെ അത് ടാക്സബിൾ ആണോ? അതൊരു ലയബിലിറ്റിയാണ്, അത് തിരിച്ചെടുക്കേണ്ട കാര്യമാണ്. അത് ടാക്സബിൾ അല്ല. അതിനെയാണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റെസീറ്റ് ജനറലി ഒന്നില്ലെങ്കിൽ ലയബിലിറ്റി കൂട്ടണ, എന്റെ ലയബിലിറ്റി, ഫ്യൂച്ചർ ലയബിലിറ്റി കൂട്ടണ ഒരു കാര്യമാവാം, അല്ലെങ്കിൽ ഒരു അസറ്റ് കുറയ്ക്കണ കാര്യമാവാം, അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആവാം, എന്തെങ്കിലും ആവാം. പക്ഷെ അത് നോർമൽ ബിസിനസ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റി അല്ല, നോൺ റെക്കറിംഗ് ആയിരിക്കും. അതൊക്കെയാണ് അതിന്റെ കോമൺ ഫീച്ചേഴ്സ്. ഓൺ ദി അതർ ഹാൻഡ്, റവന്യൂ റെസീറ്റ്, ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റ്. റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർലി ഫോളോ ചെയ്യണ അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യണ ഒരു നോർമൽ ആക്ടിവിറ്റിയുടെ ഫീസോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യണ ക്യാഷ് ഫ്ലോ ആയിരിക്കും. അതാണ് റവന്യൂ റെസീറ്റും. എന്ന് വെച്ചാൽ GST പ്രാക്ടീഷണർമാരോ ഇൻകം ടാക്സ് പ്രാക്ടീഷണർമാരോ വർക്ക് ചെയ്യണു, അഡ്വൈസ് കൊടുക്കണു, ഫോംസ് ഫയൽ ചെയ്യണു, ഓഡിറ്റ് ചെയ്യണു, അതിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ റവന്യൂ റെസീറ്റ്. ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. ഇനി ഒരു മീനിങ്, ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. It is a general rule that only revenue receipts are taxed unless specifically exempted, and capital receipts are not taxed unless specifically mentioned as taxable. ഇതാണ് ജനറൽ റൂൾ. അതില് റവന്യൂ റെസീപ്റ്റ് എന്താണ്? റവന്യൂ റെസീപ്റ്റ്സ് അറൈസ് ഫ്രം ദി നോർമൽ ഓപ്പറേഷൻസ് ഫ്രം എ സോഴ്സ് ഓഫ് ഇൻകം. അതാണ്. സോ റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ദർ ഹാസ് ടു ബി എ സോഴ്സ് ഓഫ് ഇൻകം. ആ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ നോർമൽ ആക്ടിവിറ്റി, നോർമൽ ഓപ്പറേഷൻസ് എന്നാണ് റവന്യൂ റെസീപ്റ്റ്സ് വരിക. പ്രാക്ടീസ് ചെയ്യണു, അപ്പോ ഫീസ് കിട്ടുന്നു, നമ്മൾ സർവീസ് ചെയ്തു കൊടുത്താൽ ഫീസ് കിട്ടുന്നു, ദാറ്റ് ഈസ് എ നോർമൽ ഓപ്പറേഷൻ. അതേപോലെ ട്രേഡ് ചെയ്യണു, സെയിൽസ് കഴിഞ്ഞാൽ അതിന്റെ പർച്ചേസ് കഴിച്ച് ബാക്കിയുള്ള നോർമൽ ഓപ്പറേഷൻ എന്നുള്ള ഇൻകം ആണ്. ഓക്കെ,
അപ്പോൾ അതാണ് റവന്യൂ റെസീറ്റ് എങ്കിൽ. ക്യാപിറ്റൽ റെസീറ്റ് എന്താണ്? ക്യാപിറ്റൽ റെസീറ്റ് അറൈസസ് ഫ്രം നോൺ റെക്കറിംഗ് ട്രാൻസാക്ഷൻസ്. ഒരു ലോട്ടറി കിട്ടുന്നു, ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ഒരാളുടെ ജോലി പോണു, അപ്പൊ കോമ്പൻസേഷൻ കിട്ടുന്നു, വൺ ടൈം കിട്ടുന്നതാണ്. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് എംപ്ലോയ്മെന്റ്, അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. And that capital receipt may either result in increase in liability or reduction in asset or source of income. റെന്റൽസ് തരണ ഒരു ബിൽഡിംഗ് വിൽക്കണു, ആ ബിൽഡിങ്ങിനെ വെച്ചിട്ട് കഴിഞ്ഞ മാസം നമുക്ക് കിട്ടിയത് റെന്റ് ആയിരുന്നു, ദാറ്റ് ഈസ് എ റവന്യൂ റെസീറ്റ്. ഇത്തവണ ഈ മാസം അത് വിറ്റു, അപ്പൊ അതിന്ന് സെയിൽസ് പ്രൊസീഡ്സ് കിട്ടി, അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ റെസീറ്റ് ആൻഡ് ക്യാപിറ്റൽ റെസീറ്റ്. ഞാനൊരു കേസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റിംഗ്, ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. എന്താ വെച്ചാല് ഒരു കമ്പാരിസൺ പറയുമ്പോൾ ഒരു ട്രീ ഉണ്ടായിട്ട് അതിൽ ഓരോ സീസണിലും ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ആണ് റവന്യൂ റെസീറ്റ് എന്നാണ് കമ്പയർ ചെയ്യാറ്, പലവിധ ടെക്സ്റ്റിലും എഴുതാറ്. അപ്പൊ അത് വെച്ചിട്ട് ഒരു കേസിലോ വായിക്കാം. ഇൻ CIT വേഴ്സസ് സിൽവർ ക്ലൗഡ് ഫോറസ്റ്റ് ആൻഡ് പ്ലാന്റേഷൻസ്, മദ്രാസ് ഹൈക്കോർട്ടാണ്. SSC was a registered firm running a coffee and tea estate in which there were also shade trees such as bamboo and silver oak. Shade tree ആണ്, which is not part of revenue generating activity. Permits were issued for the removal of the bamboos. According to the set permits, only dead and flowered bamboo alone can be removed. SSC flowered bamboo എന്ന് പറഞ്ഞാൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഫ്ലവേഴ്സ് ഉണ്ടാവില്ല എന്നുള്ള almost dead ആയിട്ടുള്ള bamboo. SSC was also periodically cutting live bamboos and selling them, the income from which was subjected to tax. Contention of the SSC was that the sale proceeds of those bamboos which were removed at the roots could not be treated as income, since such sales proceeds would constitute only a capital receipt. ഇവിടെ ഉണ്ടായിരിക്കണം എന്താ വെച്ചാൽ ഒരു SSCയുടെ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ടീ എസ്റ്റേറ്റ്, കോഫി എസ്റ്റേറ്റ്. ടീയുടെ ബുഷസിന്റെ കൂടെ അല്ലെങ്കിൽ കോഫി ട്രീയുടെ കൂടെ ട്രീസ് ഉണ്ടായിരുന്നു, തണൽ മരങ്ങള്, അത് ബാമ്പുവും സിൽവർ ഓക്കും ആയിരുന്നു. അപ്പൊ ബാമ്പു മുറിക്കാൻ പെർമിറ്റ് ഉണ്ട്, പക്ഷെ പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡെഡ് ആയിട്ടുള്ള, ഇനി ഫ്ലവർ ചെയ്യാത്ത, ഇനി യൂസ് ഇല്ലാത്ത ബാമ്പു മാത്രമേ മുറിക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡെഡ് ആയിട്ടുള്ള ഫ്ലവേർഡ് ബാമ്പു മുറിച്ച് വിൽക്കാറുണ്ട്, അതിന്റെ കൂടെ മറ്റേ ബാമ്പും വിൽക്കാറുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ഈസ് ഓൺലി ഓൺ ദി സെയിൽ ഓഫ് ഡെഡ് ആൻഡ് ഫ്ലവേർഡ് ബാമ്പു. ഓക്കെ, അപ്പോ അത് വിൽക്കുമ്പോ അതിന് ടാക്സ് വേണമെന്ന്, ആ സെയിൽസ് പ്രൊസീഡ്സ്, മരം വെട്ടി വിൽക്കുന്ന സെയിൽസ് പ്രൊസീഡ്സിന് ടാക്സ് വേണമെന്നായിരുന്നു കണ്ടൻഷൻ. SSC പറയണു, സിൻസ് ദി ബാമ്പു ട്രീസ് വേർ കട്ട് ഫ്രം ദി റൂട്ടോട് കൂടിയിട്ട്, വേരോട് കൂടിയിട്ടാണ് ബാമ്പു ട്രീസ് കട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് വിൽക്കുന്നത്. ഇനി അവിടെ വേരോടുകൂടി മുറിച്ചോണ്ട് ഇനി അവിടെ വേറൊരു ബാമ്പു ട്രീ വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റെസീറ്റ്, അതിന്റെ സെയിൽസ് പ്രൊസീഡ്സിനെ ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ആണ് SSCയുടെ കണ്ടൻഷൻ. ഓൺ അപ്പീൽ ടു ദി ഹൈക്കോർട്ട്, നാച്ചുറലി ഇൻകം ടാക്സും അപ്പീൽ ട്രൈബ്യൂണലും വരെ, കമ്മീഷണർ അപ്പീൽസും അപ്പീൽ ട്രൈബ്യൂണലും ഇത് റിജക്ട് ചെയ്തു. The matter came up before Madras High Court. On appeal to Madras High Court, it relied on the decision of the Supreme Court in AK TKM Vishnudatta Andarjanam versus Commissioner of Agricultural Income Tax, where the apex court, Supreme Court, held that sale of the trees affected the capital structure because by removing the roots, source from which fresh growth of trees could take place was removed, and the sale could not therefore give rise to a revenue receipt. The receipt from the sale of teak trees, ഇവിടെ തേക്ക് മരമായിരുന്നു ഈ കേസിൽ, സുപ്രീം കോടതിയുടെ മുമ്പിലത്തെ കേസിൽ teak trees ആയിരുന്നു. Teak trees was capital in nature. Madras High Court observed that since according to the facts arising in the present case, sales proceeds consisting of sale of dead and flowered bamboo which were removed once and for all, it cannot be considered as a revenue in nature, and as per the decision of the Supreme Court in the earlier Vishnudatta Andarjanam case, the sale proceeds of the dead and flowered bamboo could only be in the nature of a capital receipt. അതായത് ഇതിനു മുമ്പ് സുപ്രീം കോടതിയില് വിഷ്ണുദത്ത അന്തർജനം എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു. അതില്
question was removal of cutting of teak trees. തേക്ക് മരം വേരോട് കൂടിയിട്ട് കട്ട് ചെയ്ത് വിൽക്കണേനായിരുന്നു ക്വസ്റ്റ്യൻ. അത് അതിന് ടാക്സ് വരുമോ, റവന്യൂ റെസീറ്റ് ആണോ ക്യാപിറ്റൽ റെസീറ്റ് ആണോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞു, വേര് മുറിക്കണോടുകൂടി അതിന്ന് വേറെ ഒരു ഗ്രോത്ത്, ആ മരം പിന്നെ ഗ്രോ ചെയ്യില്ല. അതുകൊണ്ട് ആ മരം കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് റവന്യൂ റെസീറ്റ് അല്ല, ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അതിനെ ഫോളോ ചെയ്തിട്ട് മദ്രാസ് ഹൈക്കോടതി ഈ പറഞ്ഞ ബാംബു ട്രീസിന്റെ സെയില് ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ട് തീരുമാനിച്ചു. ഇതൊരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് തോന്നി, മറ്റേ റവന്യൂ റെസീറ്റും ക്യാപിറ്റൽ റെസീറ്റും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ. ഓക്കെ, പക്ഷെ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ റെസീറ്റ് ടാക്സബിൾ അല്ല എന്ന് പറയുകയാണെങ്കിലും ചില ക്യാപിറ്റൽ റെസീറ്റ് ടാക്സബിൾ ആണ്. അതേപോലെ റവന്യൂ റെസീറ്റ് ടാക്സബിൾ ആണെന്ന് പറയുകയാണെങ്കിലും ഇഫ് മെൻഷൻഡ് അതർവൈസ് ഇൻ ദി ഇൻകം ടാക്സ് ആക്ട് ഇറ്റ് ഈസ് ടാക്സബിൾ. അതേപോലെ പാർട്ട്ണർ ഷെയർ ഓഫ് ഇൻകം ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് എ റവന്യൂ റെസീറ്റ്. ഓരോ കൊല്ലം പാർട്ട്നേഴ്സ് ജോലി ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഫേമിൽ പ്രോഫിറ്റ് ഉണ്ടാവുക, അതിന്റെ ഷെയർ ആണ് പാർട്ട്ണർക്ക് കിട്ടുക. ഇറ്റ് ഇസ് എ റവന്യൂ റെസീറ്റ്. പക്ഷേ ദാറ്റ് ഈസ് എക്സെംപ്റ്റ് അണ്ടർ സെക്ഷൻ 10(2)(a). അതിന് കാരണം വേറെ ഒന്നുമല്ല, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിൽ ഓൾറെഡി ടാക്സ് കൊടുക്കുന്നു. അപ്പം ഡബിൾ ടാക്സ് വരാണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും വോട്ടെവർ ഇത് ഈ റവന്യൂ റെസീറ്റ് ആണെങ്കിൽ കൂടി അത് എക്സെംപ്റ്റ് ആണ്, നോ ടാക്സസ് പേബിൾ. ഓൺ ദി അതർ ഹാൻഡ്, അണ്ടർ സെക്ഷൻ 17(3) ഓഫ് ദി ആക്ട്, എനി കോമ്പൻസേഷൻ റിസീവ്ഡ് on termination of employment from an employer is taxable even though it is a capital receipt. Specific ആയിട്ട് അറിയേണ്ട സെക്ഷൻ 17(3) പ്രകാരം ഒരു ആൾക്ക് എംപ്ലോയ്മെന്റ് ടെർമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ എംപ്ലോയ്മെന്റ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കും. അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. കാരണം ഒരു കൊല്ലം ഏൺ ചെയ്ത റെസീറ്റ് അല്ല, അതൊരു സോഴ്സ് ഓഫ് ഇൻകം ടെർമിനേറ്റ് ചെയ്യുന്നതിന്റെ ക്യാപിറ്റൽ റെസീറ്റ് ആണ്. പക്ഷേ ദാറ്റ് ഈസ് ടാക്സബിൾ. അങ്ങനെ എക്സെപ്ഷൻ. പിന്നെ അതാണ് നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഇൻകം, ക്യാപിറ്റൽ റെസീറ്റ് വേഴ്സസ് ഇൻകം റവന്യൂ റെസീറ്റ്സ്. സെക്കൻഡ് പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്യാനുള്ളതാണ്. സുപ്രീം കോർട്ട് in the case of Sati Oil Udyog Limited has held that the word income includes both profit and loss. ഇത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എവിടെയൊക്കെ ഇൻകം എന്ന് കാണുമ്പോ എഴുതിയിട്ടുണ്ടോ അവിടെയൊക്കെ പ്രോഫിറ്റ് മാത്രമല്ല ലോസിനും അത് ബാധകമാണ്. ലോസിനും ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വരുന്ന തേർഡ് കൺസെപ്റ്റ് ഇസ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. ഇതെന്താ ഉദ്ദേശിക്കണേ വെച്ചാൽ, നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് സാലറി കിട്ടി 20,000 ഈ മാസം. ഞാൻ അതില് 5,000 രൂപ ഫ്ലഡ് റിലീഫിന് കൊടുത്തു, അല്ലെങ്കിൽ മറ്റേ കൊറോണ റിലീഫിന് കൊടുത്തു. അത് എനിക്ക് വേണ്ടി ഉപയോഗിക്കണില്ല. എനിക്ക് കിട്ടിയ 20,000 രൂപയില് 5,000 രൂപ ഞാൻ എടുക്കണില്ല, എനിക്ക് വേണ്ടി ഉപയോഗിക്കണില്ല, ഞാൻ ചാരിറ്റിക്ക് കൊടുത്തു. അപ്പൊ എന്റെ ടാക്സ് വരേണ്ടത് 20,000-ത്തിലാണോ 15,000-ത്തിലാണോ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ, അതായത് ഇൻകം എന്ന് പറഞ്ഞാൽ 15,000 ആണോ 20,000 ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ഈ 5,000 rupees കൊടുത്തത് ഏൺ ചെയ്തതിന് ശേഷമാണ്. ദാറ്റ് ഈസ് ഓൺലി ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം, അതിന് മുമ്പല്ല. അതുകൊണ്ട് ടോട്ടൽ എമൗണ്ട് 20,000-ത്തിലും ടാക്സ് വരും. അത് മുഴുവൻ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. വായിക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം മീൻസ് സ്പെൻഡിങ് ഓഫ് income after it is being earned by the assessee. Such amount shall not be excluded from total income of the assessee, as it is merely application of the earned income. In other words, applied income shall be taxable in the hands of the assessee. Assessee cannot seek exclusion of income from tax merely because he utilized a part of such income for charity or payment of other people. വളരെ ക്ലിയർ ആണത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇൻ ദ കേസ് ഓഫ് ചാരിറ്റി ഗിവൺ ഫ്രം സാലറി, വൈൽ ദി എൻറ്റയർ സാലറി വിൽ ബി ടാക്സബിൾ, ദി അസസി ക്യാൻ സെപ്പറേറ്റ്ലി ക്ലെയിം ഡിഡക്ഷൻ അണ്ടർ 80G. അത് വേറൊരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് 80Gയിൽ ക്ലെയിം ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് ഈവൻ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ടാക്സബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. ദി എൻറ്റയർ സാലറി വിൽ ബി ടാക്സ്ഡ്. പക്ഷേ ഇതിന് എഗൻസ്റ്റ് ആണ് നെക്സ്റ്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഡൈവേർഷൻ ഓഫ് ഇൻകം ബൈ ഓവർറൈഡിംഗ് ടൈറ്റിൽ. ഈ കേസ് ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഒരു ബ്രീഫ് പറയാം. ഇതെന്താ ഉദ്ദേശിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ സോഴ്സ് ഒരു ഇൻകം കിട്ടണു, റവന്യൂ ഇൻകം തന്നെ ആയിക്കോട്ടെ, റവന്യൂ ഇൻകം കിട്ടണു. പക്ഷേ വി റിസീവ് ദിസ് ഇൻകം, നമുക്ക് ഈ ഇൻകം കിട്ടുന്നതോടൊപ്പം തന്നെ കുറെ ഒബ്ലിഗേഷനും അതിന്റെ കൂട്ടായിട്ട് തന്നെ കിട്ടുന്നു. രണ്ടും ഇൻസെപ്പറബിൾ ആണ്, രണ്ടും പാർട്ട് ഓഫ് ഈച്ച് അതർ ആണ്. ഇൻകം വരണു, പക്ഷെ ഒരു പാർട്ട് ഇസ് എ ലയബിലിറ്റി. അങ്ങനെയുള്ള കേസിൽ ആ ലയബിലിറ്റി പാർട്ട് കഴിഞ്ഞിട്ട് ഉള്ളത് മാത്രമേ നമ്മളുടെ ഇൻകം ആയിട്ട് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ വായിക്കാം. മെസ്സേഴ്സ് ABC is a partnership firm in which A and his two sons B and C are partners. Partnership deed provides that after the death of Mr. A, the other partners B and C shall continue the business of the firm, subject to the condition that 20% of profit of the firm shall be given to Mrs. D, wife of Mr. A. എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികളായിട്ടുള്ള ബി എന്ന് പറഞ്ഞ ആളും സി എന്ന് പറഞ്ഞ ആളും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ബിസിനസ് നടത്തണം. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ തന്നെ എവറിബഡി ഈസ് അഗ്രീഡ്, ഓൾ ദി പാർട്ടീസ് ഹാവ് സൈൻഡ് ദാറ്റ് എ എന്ന് പറഞ്ഞ ആൾ മരിക്കുകയാണെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേം ക്യാരി ഫോർവേഡ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബിയും സിയും എല്ലാ കൊല്ലവും കിട്ടുന്ന പ്രോഫിറ്റിന്റെ 20% മിസ്റ്റർ എയുടെ ഭാര്യയായ മിസിസ് ഡിക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള കേസിൽ ഈ പാർട്ട്ണർഷിപ്പിന്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ഈ 20% കഴിഞ്ഞിട്ടുള്ള ഇൻകം ആണോ അതോ അതിന് മുമ്പുള്ള ഇൻകം ആണോ ടാക്സബിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് എക്സാമ്പിൾ. ഞാൻ പ്രൊവിഷൻ വായിക്കാം. ഡൈവേർഷൻ ഓഫ് ഇൻകം ഇസ് ദി പ്രോസസ് ഓഫ് ഡൈവേർട്ടിംഗ് ഇൻകം ബിഫോർ ഇറ്റ് ഈസ് ഏൺഡ് ബൈ ദി അസസി. നേരത്തെ സാലറി ഏൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചാരിറ്റിക്ക് കൊടുത്തത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അസസി ഇൻകം ഏൺ ചെയ്യണതിന് മുമ്പ് പാർട്ട് ഓഫ് ദി എമൗണ്ട്, പാർട്ട് ഓഫ് ദി റെസിപ്റ്റ് ഈസ് ഡൈവേർട്ടഡ് എന്നാണ് ഇവിടെ സംഭവിക്കുന്നത്. Such amount shall be excluded from the total income of the assessee, as the income is diverted to someone else before being earned by the assessee. അതിന്റെ റീസൺ അതാണ്. അതായത് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യണ ഇൻകം അസസ്സിക്ക് കിട്ടണേ ഇല്ല. അസസ്സിക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടീഷൻ ആയതുകൊണ്ട് രണ്ടും ഇൻസെപ്പറബിൾ ആണ്. അസസ്സിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ അതിൽ അസസ്സി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. In case of diversion of income, there is an overriding title of any other person on such income. So, the income before being earned by the assessee reaches such other person and hence not chargeable to tax in the hands of the assessee. നേരത്തെ പറഞ്ഞ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, in this case, diversion of income of the said 20% amount shall not be included in the total income of the partnership firm and is deductible from its total income. This is because the clause mentioned in the partnership deed has given an overriding title of the 20% of profit to Mrs. D, and such income is a precondition for the firm to continue its business. In other words, this 20% profit reaches Mrs. D before it becomes the income of the firm, and hence is a case of diversion of income by overriding title. മിസ്റ്റർ എ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിലത്തെ പ്രൊവിഷൻ പ്രകാരം ബാക്കിയുള്ള ബിക്കും സിക്കും ഈ പാർട്ണർഷിപ്പ് ഫേം ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, 20% ഓഫ് ദി പ്രോഫിറ്റ് മിസിസ് ഡിക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ പറഞ്ഞ 20% എന്നുള്ളത് ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ ഇൻകം ആവണേന് മുമ്പ് തന്നെ ദാറ്റ് ഈസ് ഡൈവേർട്ടഡ്. അതിന് മുമ്പ് തന്നെ മിസിസ് ഡിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയി. അങ്ങനെയുള്ള കേസിൽ പാർട്ണർഷിപ്പ് ഫേമിന് അത് കിട്ടണേ ഇല്ല. അത് അതിന് മുമ്പ് തന്നെ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പോയതുകൊണ്ട് പാർട്ണർഷിപ്പ് ഫേമിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഡൈവേർഷൻ ഓഫ് ഇൻകം ബൈ ഓവർ റൈഡിങ് ടൈറ്റിൽ. ഇതും ഒരു ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണോ, ആപ്ലിക്കേഷൻ ഓഫ് അവർ ഇൻകം ആണോ, അതോ ഡൈവേർഷൻ ഓഫ് ഇൻകം ബൈ ഓവർ റൈഡിങ് ടൈറ്റിൽ ആണോ എന്ന് ചില സന്ദർഭത്തിൽ തീരുമാനിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രിൻസിപ്പിൾ ഇതാണ്.
ഏൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അത് ഡൈവേർഷൻ ആണ്. അതല്ല, ഏൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മള് തീരുമാനിച്ചിട്ട് കൊടുക്കണ പൈസയാണെന്നുണ്ടെങ്കിൽ അതിൽ ടാക്സ് വരും. അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്, അപ്രോപ്രിയേഷൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്, അതിൽ ടാക്സ് വരും എന്നാണ്. അപ്പൊ ആ കൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് നോഷണൽ ഇൻകം. ഏത് സ്ഥലത്ത് വേൾഡ് ഓവർ ഇപ്പൊ ഇൻകം ടാക്സ്. ഹലോ സാർ, അതിലൊരു ഡൗട്ടേ. ഹലോ, അതിലൊരു ഡൗട്ട്. ഇപ്പൊ നമ്മള് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാന്ന് വിചാരിച്ചു. ഇൻഷുറൻസ് ക്ലെയിം ഒരു ആക്സിഡന്റ് ആയി അങ്ങനെ വരുമ്പോ ഇൻഷുറൻസ് ക്ലെയിം വരുമ്പോ അതെങ്ങനെ നമ്മൾ അതിൽ ട്രീറ്റ് ചെയ്യുമ്പോ ഇൻകം ടാക്സിന്റെ ഇത് ഫയൽ ചെയ്യുമ്പോ? ഇൻഷുറൻസ് ക്ലെയിം ആർക്കാണ് കിട്ടുന്നത്? നോമിനിക്കല്ലേ? ഡെത്ത് അല്ല, ആക്സിഡന്റ് ആണ്. അപ്പൊ അയാൾക്ക് തന്നെയാണ് കിട്ടുന്നത്. അതെ, അയാൾക്ക് തന്നെയാണ്. അങ്ങനെ വരുമ്പോ അതിന്റെ അതെങ്ങനെ അതിന്റെ ഇൻകം എങ്ങനെ ട്രീറ്റ് ചെയ്യും? അത് ഇൻകം ട്രീറ്റ് ചെയ്യുക ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ട്? അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അതായത് ഇൻഷുറൻസ് ക്ലെയിം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറലി അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അതിൽ ടാക്സ് വരാൻ പാടില്ല. ശരി. പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്കാർ അതിൽ സർട്ടൻ പെർസെന്റേജ് പിടിച്ചതിന് TDS പിടിച്ചിട്ട് ബാലൻസ് ആണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോ അതെനിക്ക് അല്ല, അത് ഓപ്പൺ ഡിബേറ്റബിൾ പൊസിഷൻ ആണ്. ടേംസ് ഓഫ് ദി ഇൻഷുറൻസ് പോളിസിയുടെ ടേംസ് പ്രകാരം അത് ഇരിക്കും. കാരണം പല ഇൻഷുറൻസ് കമ്പനിക്കും ഇപ്പൊ പറഞ്ഞ മറ്റേ ഇൻകത്തിന്റെ സ്വഭാവം കൂടി. ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ലൈഫ് ആണെങ്കിൽ പ്രത്യേകിച്ച് അതെ. അപ്പൊ ആ ടേംസ് പോലെ പ്രത്യേകിച്ച് ഇരിക്കും. എനിക്ക് തോന്നുന്നു TDS പിടിക്കുന്നത് അവർക്ക് എന്ത് വന്നാലും ഒരു TDS പിടിച്ചില്ല, ഷോർട്ട് ഡിഡക്ഷൻ വന്നു എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിട്ട് തന്നെയായിരിക്കും അവർ ചെയ്യണത്. ജനറലി അങ്ങനെ കാണാറില്ല. പ്യുവർലി കോമ്പൻസേഷൻ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമുക്കിപ്പോ ഈ ഒരു മറ്റേ ഫ്ലഡില് എല്ലാവർക്കും വന്നിട്ടുള്ള കാര്യമായിരിക്കും. ഫ്ലഡില് സ്റ്റോക്ക് നശിച്ചു. 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപയുടെ സ്റ്റോക്കാണ് നശിച്ചത്. നമ്മുടെ ബുക്സിലുള്ളതാണ്. ബുക്സിൽ 10 ലക്ഷം രൂപ ക്യാരിങ് നമ്മൾ പർച്ചേസ് ചെയ്ത സ്റ്റോക്കാണ് നശിച്ചത്. അതില് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഇൻഷുറൻസ് 12 ലക്ഷം തരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിലൊരു ഇൻകം എലമെന്റ് ഇല്ലേ? 2 ലക്ഷം രൂപ. അതെ. അതേസമയം 8 ലക്ഷം ആണെങ്കിൽ അത് ടാക്സബിൾ ആണോ? അപ്പൊ ലോസ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? അല്ല, ബാക്കിയുള്ളത് ലോസ് ആണ്. ബാക്കിയുള്ളതാണ് ലോസ്. മറ്റേ അല്ല, ആ 2 ലക്ഷം രൂപ ലോസ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ ചോദിക്കാം. ഡെഫിനറ്റ്ലി. അതിന് സാധാരണ കാണിക്കാറ് 10 ലക്ഷം ലോസ് ആയിട്ട് കാണിക്കും. കാരണം ഇത് അടുത്ത കൊല്ലമായിരിക്കും മിക്കവാറും കിട്ടുക. അപ്പൊ ആ കൊല്ലം മറ്റേ പ്രയർ പീരീഡ് ഇൻകം ആയിട്ട് കിട്ടുന്ന സമയത്ത് അതിന് പ്രൊവിഷൻ ഉണ്ടല്ലോ. ഒരു ലോസ് ഒരു കൊല്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയ എന്ത് കോമ്പൻസേഷനും നമുക്ക് അടുത്ത കൊല്ലം കിട്ടുന്ന കൊല്ലത്തിൽ ടാക്സ് ഓഫർ ചെയ്താൽ മതി. അങ്ങനെ കൊടുക്കാം. അതിലെ ഒരു ചെറിയൊരു കാര്യം അതില് എനിക്ക് തോന്നുന്ന ആള് ഉദ്ദേശിച്ചത് ആ കോമ്പൻസേഷന്റെ പലിശമേ. കാരണം കോമ്പൻസേഷൻ നമുക്ക് ഡിലേഡ് ആയിട്ടാവുമല്ലോ കിട്ടുക. ആ പലിശമയുള്ള TDS ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ മറ്റേ മുതലുമല്ല. ശരിയാണ്. അതുമ്പോ TDS വരുന്നുണ്ട്. അതായിരിക്കും ആൾ ഉദ്ദേശിച്ചത്. അത് വളരെ കറക്റ്റ് ആണ്. കാരണം എന്ത് ഇൻട്രസ്റ്റ് ആണെങ്കിലും അത് ഇൻകം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം ഇൻകം ടാക്സ് റീഫണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റും ടാക്സബിൾ ആണ്. അപ്പൊ എന്ത് ഇൻട്രസ്റ്റും കോമ്പൻസേറ്ററി നേച്ചർ ആയിട്ടുള്ള എന്ത് ഇൻട്രസ്റ്റും ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് തന്നെ കാണിക്കണം. അപ്പൊ അതില് ഈ കോമ്പൻസേഷൻ ക്യാപിറ്റൽ റെസീറ്റ് ആണെങ്കിലും കോമ്പൻസേഷൻ ഡിലേഡ് ആയിട്ട് കിട്ടുന്നത് വഴി കിട്ടുന്ന പലിശ ക്യാപിറ്റൽ റെസീറ്റ് അല്ല, റവന്യൂ റെസീറ്റ്. അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതില് വേറെ സംശയം ഉണ്ടോ? പ്രൊസീഡ് ചെയ്യാമോ? സാറേ, ഹലോ. പറയൂ. സാറേ, സാറ് പറഞ്ഞല്ലോ ബിൽഡിങ്, റെന്റഡ് ബിൽഡിങ് സെയിൽ നടത്തുന്നു. ആ സെയിലിന് നമുക്ക് ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതിന് ടാക്സ് അടയ്ക്കണ്ട എന്നുള്ളതല്ലേ സാറ് പറഞ്ഞത്?
അപ്പൊ ശരിക്കും അത് ക്യാപിറ്റൽ ഗെയിൻ അല്ല, അത് ശരിക്കും ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ് എങ്കിൽ അതിനൊപ്പം അത് ടാക്സ് വരില്ലേ? ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ശരിക്കും ടാക്സബിൾ അല്ലേ? അത് 100% ടാക്സബിൾ ആണ്. പക്ഷെ സാധാരണഗതിയിലത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അതായത് പ്രിൻസിപ്പിൾ പ്രകാരം ഇപ്പൊ ആദ്യം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റവന്യൂല് മതിയെന്നും പറഞ്ഞ ഇൻകം ടാക്സ് ആക്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് വന്നു. ഒരു കാലത്ത് ടെലിഫോൺ എക്സ്പെൻസിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് കൊടുത്തു നമ്മള്. അങ്ങനെ ഓരോ കാലം അനുസരിച്ചിട്ട് റവന്യൂ കൂട്ടാൻ വേണ്ടി ഓരോന്നായിട്ട് ആഡ് ചെയ്തതാണ്. പക്ഷെ ഞാനിപ്പോ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെസിഫിക് പ്രൊവിഷൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ എനി ഗെയിൻ, ഇറ്റ് ഇസ് എ ഗെയിൻ, അത് പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റും ഗെയിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊരു ഗെയിൻ ആണ്. ഗെയിൻ അറൈസിംഗ് ഓൺ ദി ട്രാൻസ്ഫർ ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ഇപ്പൊ അതിൽ വരുന്നതാണ്. മറ്റേ ബിസിനസ് ഇൻകം അല്ലാന്ന് അതിന് ഉദ്ദേശിച്ചുള്ളൂ, നോർമൽ ആക്ടിവിറ്റി അല്ല അത്. അതുകൊണ്ട് അത് ഇങ്ങനെയാണ്. പക്ഷെ അത് സ്പെസിഫിക് പ്രൊവിഷൻ വെച്ച് ഇൻകം ടാക്സ് ടാക്സബിൾ ആക്കിയിട്ടുണ്ട്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. അതിലൊരു ചെറിയൊരു കാര്യമുള്ളത്, ഈ ക്യാപിറ്റൽ റെസീറ്റ് ടാക്സബിൾ അല്ല ഒരിക്കലും. പക്ഷെ ഗവൺമെന്റ് നിയമത്തിൽ എഴുതിയിട്ടുള്ള ക്യാപിറ്റൽ റെസീറ്റ് എപ്പോഴും ടാക്സബിൾ ആണ്. അതുകൊണ്ടാണ് ഇഷ്യൂ വരുന്നത്. ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ റെസീറ്റ് ആണെങ്കിലും അത് നിയമം പറയാണ് ആ ക്യാപിറ്റൽ റെസീറ്റ് ടാക്സബിൾ ആണ്. അപ്പൊ സ്പെസിഫിക്കലി പറയണോടത്തോളം കാലം അത് ടാക്സബിൾ തന്നെയായിരിക്കും. നേരത്തെ അരുൺ സാറ് പറഞ്ഞപ്പോ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് ചില ക്യാപിറ്റൽ റെസീറ്റുകള് ടാക്സബിളും എന്നാൽ ചില റവന്യൂ റെസീറ്റ് എക്സംപ്റ്റും ആയിരിക്കും. ജനറൽ പ്രിൻസിപ്പിൾ ആണ് അദ്ദേഹം പറഞ്ഞത്. ജനറലി ഇങ്ങനെയാണ്, പക്ഷെ സ്പെസിഫിക്കലി പറയുമ്പോൾ അത് നമ്മള് ക്യാപിറ്റൽ റെസീറ്റ് ടാക്സ് ഉള്ള പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ അത് ടാക്സബിൾ ആണ് സ്പെസിഫിക്കലി പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇൻകത്തിന്റെ ഡെഫിനേഷനിലേക്ക് ആദ്യം പോയത്. കാരണം നമുക്ക് പ്രിൻസിപ്പിൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻകം ഇതെന്താ അവർ ഉദ്ദേശിക്കണ ചെയ്യണേന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇനിയിപ്പോ എന്താ വെച്ചാൽ ഒരു നേച്ചർ ഓഫ് ഇൻകം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണേ. എന്ത് നേച്ചർ ആണെന്ന് അറിഞ്ഞാലേ നമുക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അതുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി പ്രൊസീഡ് ചെയ്തോട്ടെ. ശരി ശരി. ഇനി അടുത്ത് വന്നിരിക്കുന്ന റിയൽ ഇൻകം വേഴ്സസ് നോഷണൽ ഇൻകം. ഇതും പറഞ്ഞ പോലെ എന്താ പറയാ പ്രിൻസിപ്പിൾ ആണ്. ഇൻകം ടാക്സുകാർ പലതും പറയും, പക്ഷെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയണത് ഓൺലി റിയൽ ഇൻകം ക്യാൻ ബി ടാക്സ്ഡ്. നമുക്കൊരു ഇൻകം നാളെ വരും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ടാക്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റിയലൈസ് ചെയ്ത റിയൽ ആയിട്ട് കിട്ടണ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു ഇൻകം നോഷണൽ ബേസിസിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഞാൻ വായിക്കാം. Only real income can be taxed unless specifically provided otherwise. For example, father lends interest-free loan to his son for doing business. Assessing officer cannot assess the father for notional interest received from his son. Son നമ്മളുടെ എഗ്രിമെന്റ് പ്രകാരം തന്നെ ഇൻട്രസ്റ്റിന് പ്രൊവിഷൻ ഇല്ല. അത് വാലിഡ് ആണ്, അത് ലീഗൽ ആണ്. അപ്പോ അസിംഗ് ഓഫീസർക്ക് അങ്ങനെ പാടില്ല, ഇത്ര പെർസെന്റ് ഇൻകം വെക്കണമായിരുന്നു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടാക്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്. However, under section 23 of the act, in the case of deemed let out property, it is taxed. Tax is charged on notional basis. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് മറ്റുള്ളതില് മുനിസിപ്പൽ വാല്യുവേഷൻ പ്രകാരം നോഷണൽ ബേസിസിൽ റെന്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ റെന്റിൽ ടാക്സ് കൊടുക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് സെക്ഷൻ 23 പറഞ്ഞുകൊണ്ട് ദാറ്റ് ഈസ് ടാക്സബിൾ. അല്ലെങ്കിൽ നോർമലി ഓൺലി റിയൽ ഇൻകം ഈസ് ടാക്സ്ഡ് ആൻഡ് നോഷണൽ ഇൻകം ഈസ് നോട്ട് ടാക്സ്ഡ്. അതാണ് ഒരു അടുത്ത പ്രിൻസിപ്പിൾ. പിന്നെ ഉള്ളത് income generated from any source of income is taxable, including those from illegal or tainted or unlawful sources. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇല്ലീഗൽ ആയിട്ടോ അൺലോഫുൾ ആയിട്ടോ പൈസ ധാരാളം ആൾക്കാർ പൈസ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഈവൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഇപ്പോ എന്താ പറയാ ബ്രൈബിന് എക്സംഷൻ ഒന്നും ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടില്ല.
ബ്രൈബ് ആണെങ്കിലും എന്താണെങ്കിലും, ഇല്ലീഗൽ ആണെങ്കിലും അൺലോഫുൾ ആണെങ്കിലും ടൈൻറ്റഡ് ആണെങ്കിലും എന്താണെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടാക്സബിൾ അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി സെറ്റ് ഇൻ ദി ഇൻകം ടാക്സ് ആക്ട് ആസ് നോട്ട് ടാക്സബിൾ. അപ്പോൾ എക്സെപ്റ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാത്തോടത്തോളം കാലം എനി ഇൻകം ബൈ വാട്ട് എവർ മീൻസ് ബൈ ഹൂഎവർ പേഴ്സൺ ഈസ് ടാക്സബിൾ. ഇതാണ് ഇൻകത്തിന്റെ പറ്റിയിട്ട് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി. ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി. ആദ്യം എക്സാമ്പിൾ പറയാം, മനസ്സിലാവും. അതായത് നമ്മളെല്ലാവരെയും ക്ലാസ് ഉണ്ട്, ക്ലബുകളുണ്ട്. ക്ലബുകള് കോപ്പറേറ്റീവ് ക്ലബിന്റെ എക്സാമ്പിൾ. ക്ലബുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. ഈ മെമ്പേഴ്സ് ആ റെസ്റ്റോറന്റിന്റെ ചെലവ്, അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളത് ആദ്യം ഒരു കോർപ്പസ് ആയിട്ടോ അല്ലെങ്കിൽ ആദ്യം അവർ കൊടുക്കും. ആ കോർപ്പസ് നിന്ന് അല്ലെങ്കിൽ ആ ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഫണ്ടിൽ നിന്ന് അവര് മാസത്തിൽ ആ എക്സ്പെൻസസ് എല്ലാം അതൊന്ന് മീറ്റ് ചെയ്യും. ഏതാണ്ട് ഈ എക്സ്പെൻസസിന്റെ വെച്ചിട്ട് തന്നെ വലിയ പ്രോഫിറ്റ് മോട്ടീവ് ഒന്നും ഇല്ലാണ്ട് ഈ അവിടുത്തെ ആൾക്കാർക്ക് സാലറി കൊടുക്കാനും അവിടുത്തെ മെയിൻ്റനൻസും എല്ലാം ചെയ്യാനുള്ള പൈസയുടെ ബേസിസിലാണ് അവിടുത്തെ ഫുഡും എല്ലാം സർവീസസിന് ചാർജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സർപ്ലസ് ഉണ്ടാവും. ആ സർപ്ലസും ഒന്നില്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല ജനറലി, അത് അടുത്ത കൊല്ലത്തേക്ക് അടുത്ത ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് ആണെങ്കിൽ, എക്സ്ക്ലൂസീവ് മെമ്പേഴ്സ് ആണെങ്കിൽ അവര് അവിടെ ചെല്ലണു, അവരും കാശ് കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വാങ്ങണ കാശിന് ടാക്സ് കൊടുക്കാമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഇത് വായിക്കാം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എനി സർപ്ലസ് ഇൻ ദ കേസ് ഓഫ് മ്യൂച്വൽ കൺസേൺസ് ഈസ് എക്സെംപ്റ്റ് ഫ്രം ഇൻകം ടാക്സ് ആൻഡ് therefore it would not form part of the gross total income of such mutual concerns. A mutual concern is an association where the members agree to contribute fund for some common purpose, mutually beneficial, and receive back the surplus left out in the same capacity in which they have made the contribution. Contribution കൊടുക്കുന്നത് മെമ്പർ ഓഫ് ദി ക്ലബ് ആയിട്ട്, അത് കഴിഞ്ഞ് സർപ്ലസ് വാങ്ങണതും എടുക്കണതും മെമ്പർ ഓഫ് ദി ക്ലബ് ആയിട്ട്. ഞാൻ വീട്ടിൽ ഇപ്പൊ ഒരു വീടാന്ന് വെക്കൂ, ഞാൻ വീട്ടു ചെലവിന് വേണ്ടിയിട്ട് ഒരു മാസം 10,000 രൂപ കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ആ മാസത്തില് 8,000 രൂപ എക്സ്പെൻസ് ആയുള്ളൂ, ബാക്കിയുള്ളത് എന്റെ സർപ്ലസ് ആണെന്ന് പറയാൻ പറ്റില്ല. അതെന്റെ ഇൻകം ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണത്, അത് തിരിച്ച് അതിന്റെ സർപ്ലസ് കിട്ടേണ്ടതും എനിക്ക് തന്നെയാണ്. വൺ കനോട്ട് ബി സെർവിങ് ഹിംസെൽഫ് എന്നുള്ള രീതിയിലാണ് ആ കൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി. Therefore, the capacity of the contributor and participant remains the same. അതാണ്. അപ്പം അതില് ആ സർപ്ലസിൽ ടാക്സ് എക്സംപ്റ്റ് എന്നാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി പ്രകാരം പറയുക. ഇത് കുറച്ച് എൻഫോഴ്സ് ചെയ്യാറുണ്ട്. മ്യൂച്വൽ കൺസേൺസ് ലൈക്ക് സോഷ്യൽ ക്ലബ്സ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം, some of which are governed by the principle of mutuality and hence not liable to income tax, whereas others which are not governed by the principle of mutuality are liable to income tax. However, if in the case of a club, if the contributors are both members and non-members, but only the members are entitled to surplus upon dissolution, then it is not a mutual concern. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഇതിൽ പറയണതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മെമ്പേഴ്സ് കൂടിയിട്ട് ഒരു കോമൺ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ക്ലബോ റെസ്റ്റോറന്റോ നടത്തി. ആ ഫണ്ടിൽ നിന്ന് എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ട് അവര് സർവീസ് ചെയ്തു തുടങ്ങി. അങ്ങനെ കൊടുക്കുന്ന സർവീസസിന് അവര് ഈ മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെ പൈസ കളക്ട് ചെയ്തു. പക്ഷെ പൈസ കളക്ട് ചെയ്തപ്പോ എൻഡ് ഓഫ് ദി മന്തില് സർപ്ലസ് ഉണ്ടായി. ഈ സർപ്ലസ് ഈ പറഞ്ഞ അസോസിയേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഈ സർപ്ലസ് ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും കൊടുക്കാൻ എൻടൈറ്റിൽമെന്റ് ഉണ്ട്. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്തിട്ട് അടുത്ത മാസത്തെ എക്സ്പെൻസിലേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ സർപ്ലസിന് ടാക്സ് ഇല്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി പ്രകാരം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഞാൻ ലാസ്റ്റ് രണ്ടും പറഞ്ഞ കേസ് ലോസ് ആണ്. ഒരു കേസ് ലോ പറയണു കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് മെമ്പറും നോൺ മെമ്പറും ആണ്. പക്ഷെ ഇതെങ്ങാനും വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, ഇത് നിർത്തി പോകുമ്പോൾ സർപ്ലസിനുള്ള എൻടൈറ്റിൽമെന്റിന് മെമ്പറിന് മാത്രമേ ഉള്ളൂ, നോൺ മെമ്പറിന് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു മ്യൂച്വൽ കൺസേൺ അല്ല.
ഫുള്ളി മ്യൂച്വൽ കൺസേൺ അല്ലാത്തതുകൊണ്ട് മ്യൂച്വൽ കൺസേൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഇൻകം ടാക്സബിൾ ആണ്. ഓൺ ദി അതർ ഹാൻഡ്, ഇപ്പൊ ഒരു ക്ലബ്ബ് നേരത്തെ പറഞ്ഞു, ക്ലബിന് റെസ്റ്റോറന്റും ഉണ്ട്, റൂം സർവീസും ഉണ്ട്. ഈ റൂം സർവീസ് എല്ലാവർക്കും ഓപ്പൺ ആണ്, ജസ്റ്റ് ലൈക്ക് ഹോട്ടലാണ്, ജസ്റ്റ് ലൈക്ക് ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് പോലെ വർക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റിയിലുള്ളതല്ല എന്നുണ്ടെങ്കിൽ അതിൽ ടാക്സബിൾ ആണ്. അതേസമയം പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി പ്രകാരം ഫോളോ ചെയ്യുന്ന റെസ്റ്റോറന്റിന് ടാക്സ് ഇല്ല എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഇൻകത്തിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചു, ജനറൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു. ആദ്യം ക്യാപിറ്റൽ റവന്യൂ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സും ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം, ഡൈവേർഷൻ ഓഫ് ഇൻകം പഠിച്ചു. റിയൽ ഇൻകം, നോഷണൽ ഇൻകം നോക്കി. പിന്നെ ഇല്ലീഗൽ അൺലോഫുൾ സോഴ്സ് എന്നുള്ള ഇൻകം ടാക്സബിൾ ആണ്, കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി പഠിച്ചു. ഇതാണ് ഇൻകത്തിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസ് നിന്നുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇൻകം ടാക്സ് ലോയും എല്ലാം എൻഫോഴ്സ് ചെയ്യാറ്, ഇംപ്ലിമെന്റ് ചെയ്യാറ്. ഓക്കെ, ഇതിൽ വല്ല സംശയമുണ്ടോ? പ്രൊസീഡ് ചെയ്തോട്ടെ. അതില് ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ. പറയൂ സാർ. അതില് ഇപ്പൊ ഒരു ഹൗസിംഗ് സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി പ്രകാരം ഇൻകത്തിന് ടാക്സ് വരുന്നില്ല. ഇല്ല. പക്ഷെ ആ സ്ഥാപനത്തിന് നമുക്കറിയാം അവരുടെ വില FD ഒക്കെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പലിശ വരുമാനത്തിന് ഇൻകം ടാക്സ് വരും. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മൊത്തം ഇൻകത്തിൽ നിന്ന് പുറത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെ പോലെയുള്ളതിന് മാത്രം ടാക്സ് അടയ്ക്കും. ഇപ്പൊ FD കിട്ടിയ ഇൻട്രസ്റ്റ് അതൊഴിച്ച് ബാക്കിയുള്ളതിനൊന്നും നമ്മൾ ടാക്സ് അടയ്ക്കില്ല. അതിനാണ് ഇപ്പൊ നമ്മള് പ്രാക്ടിക്കലി ചെയ്യുന്നത്. അത് വാലിഡുമാണ്. അത് വാലിഡ് ആണ്. അതിന് ഒരു വലിയൊരു ഇഷ്യൂ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇനി ഞാൻ പ്രൊസീഡ് ചെയ്തോട്ടെ, അടുത്തേക്ക് പോയിക്കോട്ടെ. ഇല്ല, ഇതിലും ഒരു ഇഷ്യൂ വന്നല്ലോ, സുപ്രീം കോടതി പറഞ്ഞു. ഇനിയാണ് നമ്മൾ ശരിക്കും ഇപ്പൊ ആക്ടിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല, ഇനി സെക്ഷൻ വൈസ് ആക്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോണത്. സെക്ഷൻ 4, ദാറ്റ് ഈസ് ദി എല്ലാ ടാക്സ് ലോസിലും ഒരു ചാർജിങ് സെക്ഷൻ കാണും. ആ സെക്ഷനെ ബേസ് ചെയ്താണ് ടാക്സ് ചാർജ് ചെയ്യണത്, ലെവി ചെയ്യണത്. ലെവി ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 4 ആണ് ചാർജ് ഡിഫൈൻ ചെയ്യുന്നത്. ടോട്ടൽ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഓഫ് എവറി പേഴ്സൺ shall be charged to income tax at the rates prescribed in the Finance Act as applicable to the relevant assessment year in accordance with and subject to the provision of the Income Tax Act. ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇൻകം ടാക്സബിൾ ആണെന്നാണ് അതിന്റെ മീനിങ്, ബട്ട് സബ്ജക്ട് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടില് ഡിഡക്ഷനോ അല്ലെങ്കിൽ എക്സംഷനോ അല്ലെങ്കിൽ വല്ലതും കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ഈസ് ടാക്സബിൾ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒന്നുകൂടിയും വായിക്കാം. ടോട്ടൽ ഇൻകം ഓഫ് എവറി പേഴ്സൺ in a financial year, in the previous year, shall be charged to income tax at the rate prescribed in the Finance Act. നേരത്തെ പറഞ്ഞു ഫിനാൻസ് ആക്ട് റേറ്റ് പ്രിസ്ക്രൈബ് ചെയ്യും, അത് ഇൻകം ടാക്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ആ റേറ്റ് പ്രകാരം എല്ലാ പേഴ്സൺസിന്റെയും ടോട്ടൽ ഇൻകം ഒരു പ്രീവിയസ് ഇയറിൽ ജനറേറ്റ് ചെയ്യണത് അതാത് അസസ്മെന്റ് ഇയറിൽ അസസ് ചെയ്യണം, ടാക്സ് അതിൽ ലെവി ചെയ്യും. അതാണ് സെക്ഷൻ 4 പറയുന്നത്. ഇത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ എക്സാമ്പിൾ പറയുന്നു. Hence, as per section 4 of the Act, tax has to be levied on an individual even if the total income is 1 lakh. അത് ശരിയല്ല എന്ന് വെച്ചാൽ ഇതിന്റെ പ്ലെയിൻ റീഡിംഗിൽ മനസ്സിലാവണം. However, since the Finance Act provides an exemption limit of 2.5 lakhs as income not chargeable to tax, basic exemption limit 2.5 lakhs ഉള്ളതുകൊണ്ട് there is no tax payable. Same case with various deductions and exemptions. അപ്പോൾ section 4 is very wide. Every person has to pay tax on his total income. ഒരു പ്രീവിയസ് ഇയറിൽ ജനറേറ്റ് ചെയ്യണ ഇൻകം ടാക്സ് വിൽ ബി പെയ്ഡ് in the corresponding assessment year at the rates prescribed in the Finance Act, subject to and in accordance with other provisions of the Income Tax Act. അതാണ് സെക്ഷൻ 4 പറയുന്നത്. ഇതിൽ മനസ്സിലാക്കാൻ എന്ന് വെച്ചാൽ ഇതില് ഓർമ്മയിൽ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 4 is the charging section. നമ്മൾ റേറ്റ് പ്രകാരമാണ് പോവുക. ഇതിൽ പറഞ്ഞ ഓരോന്നിനും എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം ഈ ചില കേസുകളിൽ
അതാത് പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയറിൽ പോവാതെ ഈ 2019-20 ജനറേറ്റ് ചെയ്ത ഇൻകം 19-20 തന്നെ പേ ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല സെക്ഷൻ 4 തന്നെ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് പേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കൂടി ആ കൊല്ലം അഡ്വാൻസ് ടാക്സും TDS വഴി മാർച്ച് 31 മുമ്പ് ടാക്സ് പേ ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ആപ്ലിക്കബിലിറ്റി എക്സെപ്ഷൻസ് മാറും. ദിസ് ഈസ് ജനറൽ പ്രൊവിഷൻ. Now scope of section 5. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ ഇൻകം, scope of total income section 5. Total income depends on the residential status of the assessee. Once the residential status is established, in accordance with section 6 of the act, total income chargeable to tax shall be identified based on the below details. First and foremost, ഇതുവരെ നമ്മളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരാള് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി വന്നു. ആദ്യം തന്നെ ഹൂ ഈസ് ദി അസസി, വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് അസസബിൾ യൂണിറ്റ് എന്ന് ആദ്യം മനസ്സിലാക്കും. ഇൻഡിവിജ്വൽ ആണോ, ഫേം ആണോ, കമ്പനിയാണോ, AOP ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. അതിനുള്ളത് നമ്മൾ പഠിച്ചു. ഇനിയുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ, ഈ 3 കാറ്റഗറൈസേഷൻ ആണുള്ളത്. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. അപ്പൊ ഇത് കാരണം ഓരോ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് റേറ്റ്സും ഡിഡക്ഷൻസും എല്ലാം മാറണോണ്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഐഡന്റിഫൈ ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അസസി, ടൈപ്പ് ഓഫ് അസസിബിൾ യൂണിറ്റ്, ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതനുസരിച്ച് 3 ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഈ 3 ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനാണ്. കമ്പനിക്കും ഫേമിനും ഒക്കെ 2 ഉള്ളൂ, റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. അത് ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പൊ ആദ്യം റെസിഡൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ടാക്സബിൾ ഇൻകം, ഇൻകത്തിന് ടൈപ്പ് ആക്കി തിരിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നതാണ്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, income deemed to be received in India, income accrue or arise in India, income deemed to accrue or arise in India, income accrue or arise outside India from business controlled in India, income accrue or arise outside India from business not controlled in India, അതായത് controlled outside നർത്ഥം. Any other income which has no relation with India. ഇത്രയും കാറ്റഗറി ഉള്ളൂ. ഇൻകത്തിന്റെ കാറ്റഗറൈസേഷൻ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതില് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇറസ്പെക്ടീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഏത് റെസിഡന്റ്, നോൺ റെസിഡന്റ് ആണെങ്കിലും റെസിഡന്റ് ബട്ട് നോട്ട് ആരാണെങ്കിലും ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. പിന്നെ ഇൻകം, ഈ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീം ടു റിസീവ്, അതെല്ലാം നമ്മളിനി പഠിക്കും. അപ്പൊ ഇതൊരു ടേബിളില് സെക്ഷൻ 5 പറഞ്ഞുകൊണ്ട് ടോട്ടൽ ഇൻകം പറഞ്ഞുകൊണ്ട് കിട്ടുന്നേ ഉള്ളൂ. ഇത് ഓരോന്നായിട്ട് ഇപ്പൊ തന്നെ പഠിക്കും. ഓക്കെ, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, നോ കൺഫ്യൂഷൻ, irrespective of residential status, taxable in all cases. Income deemed to receive in India, അതും റിസീവ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഡീംഡ് ചില കേസുകളിൽ ഡീം ചെയ്യണം, അതും നമ്മൾ പഠിക്കും. പക്ഷെ അതാണെങ്കിലും ഫുള്ളി ടാക്സബിൾ. ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ഫുള്ളി ടാക്സബിൾ in all cases irrespective of residential status. Income deemed to accrue or arise in India, same, fully taxable. പിന്നെ ഇത് ചെറിയ വ്യത്യാസമുണ്ട്. ഇൻകം അക്രൂ ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് ബിസിനസ് കൺട്രോൾ ചെയ്യണത്, പക്ഷെ ഇൻകം ജനറേറ്റ് ചെയ്യണത് ഔട്ട്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ ആണോ, നോൺ ടാക്സബിൾ ആണോ എന്നുള്ള കേസാണ്. അതിലും നോൺ റെസിഡന്റിന്റെ കേസിൽ നോൺ ടാക്സബിൾ, പക്ഷെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള കേസിൽ ഇറ്റ് ഈസ് ടാക്സബിൾ. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണമെന്നേ ഉള്ളൂ. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് നോട്ട് കൺട്രോൾഡ് ഇൻ ഇന്ത്യ, റെസിഡന്റിന്റെ കേസിൽ ഇന്ത്യൻ റെസിഡന്റ് ആകുമ്പോൾ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. റെസിഡന്റിന്റെ കേസിൽ എല്ലാ ഇൻകവും എനിവേർ ജനറേറ്റഡ് എനിവേർ ഇൻ വേൾഡ്, അക്രൂഡ് എനിവേർ ഇൻ ദ വേൾഡ് ടാക്സബിൾ ആണ്. റെസിഡന്റിന്റെ ഇൻകം ഫുള്ളി ടാക്സബിൾ. ബാക്കിയുള്ളവരുടെ നോൺ റെസിഡന്റിന്റെ ഇൻകം ഇന്ത്യയായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം ടാക്സബിൾ, അല്ലെങ്കിൽ അല്ല. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റും അതേപോലെയാണ്, എക്സെപ്റ്റ്
ഈ ഇൻകം ഔട്ട്സൈഡ്, അതായത് ഇൻകം അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ പക്ഷെ ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ എന്നുള്ള കേസിൽ മാത്രം റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിൽ ടാക്സബിൾ ആണ്. അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് ടാക്സബിൾ. ഈ ടേബിൾ ഒന്ന് നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒന്ന് പറഞ്ഞു പോയി നോക്കി. ഇനി നമുക്ക് ഓരോന്നായിട്ട് പോകാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. നമ്മളുടെ കേസിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലെ രണ്ടാമത്തെ കാര്യം നോക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ആദ്യം ഏതാണ് അസസിബിൾ യൂണിറ്റ് എന്നുള്ളത്, രണ്ടാമത്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇമ്പോർട്ടൻസ്, ഓൾ അസസീസ് എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ, ഓൾ അസസീസ് ഹാവ് ടു ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എവറി ഇയർ, ഓരോ കൊല്ലവും വേണം, before filing their income tax return. This is because various provisions of Income Tax Act are applicable differently for residents and non-residents and not ordinary resident categories. For example, maximum income not liable to tax, that exemption limited, for a resident individual with age over 60 years is 3 lakhs. While the basic exemption limit for an NRI in the same age group with age over 60 years is only 2,50,000. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ഡിഡക്ഷനും എക്സംഷൻ ലിമിറ്റും എല്ലാം മാറും. അതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബൈ ഫയലിംഗ് ഇൻകം ടാക്സ്. ഇനി നമുക്ക് ആദ്യത്തെ കേസ് ഇൻഡിവിജ്വൽസിന്റെ കേസ് എടുക്കാം. ഇൻഡിവിജ്വൽസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഐഡന്റിഫൈ ചെയ്യാൻ ബേസിക് കണ്ടീഷനും ഉണ്ട്, സ്പെസിഫിക് കണ്ടീഷനും ഉണ്ട്. ബേസിക് കണ്ടീഷൻ ആദ്യം പറയാം. 2 കണ്ടീഷൻ ഉണ്ട്. അതായത് ഇഫ് an individual is resident in India for an year, an individual is resident in India for an year if he is present in India for 182 days or more in that year. ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ കണ്ടിന്യൂസ്ലി ആവണമെന്നില്ല, ഒരു കൊല്ലത്തില് 182 ദിവസത്തിൽ കൂടുതൽ ഇടയ്ക്കിടയ്ക്കായിട്ടോ അടുപ്പിച്ചോ എങ്ങനെയെങ്കിലും 182 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ he is a resident for that year. ആ കൊല്ലം he will be treated as a resident. ഇത് ഒരു കണ്ടീഷൻ. ഇതല്ലെങ്കിൽ 182 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്തായാലും റെസിഡന്റ് ആയി. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരാള് ഇന്ത്യയിൽ 182 ഡേയ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷെ 60 ഡേയ്സിൽ കൂടുതൽ ഉണ്ടായിരുന്നു ആ കൊല്ലം. അതുകൂടാതെ he was in India for 365 days or more in the 4 years preceding that year. നമ്മള് 2019-20 ആണല്ലോ ഇനി നോക്കുക. അപ്പൊ 2019-20 ഒരാള് 60 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ അത് എഴുതി വെച്ചു. 60 ഡേയ്സ് കൂടുതൽ 80 ഡേയ്സ് ഉണ്ടായിരുന്നു. ശരി, അതിന് മുമ്പത്തെ 4 കൊല്ലം 19-20 മുമ്പത്തെ 4 കൊല്ലം എല്ലാം കൂടിയിട്ട് 365 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങേര് റെസിഡന്റ് ആവും. അപ്പോ റെസിഡൻസ് കണ്ടുപിടിക്കാനുള്ള ബേസിക് കണ്ടീഷൻസ് 2ആണ്. ഒന്ന് സിമ്പിൾ, അതായത് ഒരു കൊല്ലം, ആ കൊല്ലം 182 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായെങ്കിൽ ഡെഫിനറ്റ്ലി ഹീസ് എ റെസിഡന്റ്, ഇൻഡിവിജ്വൽ ഈസ് എ റെസിഡന്റ്. അതല്ലാന്നുണ്ടെങ്കിൽ 182 ദിവസം ഉണ്ടായിരുന്നില്ല, പക്ഷെ 60 ഡേയ്സ് കൂടുതൽ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കേസിൽ പുറകിലത്തെ 4 കൊല്ലത്തെ 365 ദിവസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതും ഒരു ബേസിക് കണ്ടീഷൻ ആണ്. അത് പ്രകാരവും റെസിഡന്റ് ആവാം. അപ്പൊ ഈ 2 കണ്ടീഷനാണ് ഇൻഡിവിജ്വലിന്റെ റെസിഡൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് നോക്കേണ്ടത്. ഈ 2 കണ്ടീഷന്റെ ഉത്തരവും നോ ആണെങ്കിൽ അങ്ങേര് നോൺ റെസിഡന്റ് ആണ്. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം യെസ് ആണെങ്കിൽ റെസിഡന്റ് ആണ്. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, പക്ഷേ ചില എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ഒരു ലീനിയൻസി കാണിച്ചിട്ടുണ്ട്. ഈ 3 കേസിൽ ഉണ്ട് ലീനിയൻസി കാണിച്ച 3 കേസ് ഉണ്ട്. അതിൽ ആദ്യത്തെ എന്താ വെച്ചാൽ ഫോർ എൻ ഇന്ത്യൻ സിറ്റിസൺ, ഫോറിൻ സിറ്റിസൺ ഇല്ല, ഇന്ത്യൻ സിറ്റിസൺ ഹു ലീവ്സ് ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്, he will be a resident in an year only if he is present in India for 182 days or more. അതായത് ഒരാള് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ ഷിപ്പില് ക്രൂ ആയിട്ട് പോകുന്നു, ജോലിക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. 182 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ മാത്രമേ നോക്കണ്ടൂ. 182 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം റെസിഡന്റ് ആവൂ. അതേപോലെ ഇഫ് എൻ ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഒരാള് ജോലിയുടെ കാരണത്തിന് ജോലിക്ക് വേണ്ടിയിട്ട്
ഇന്ത്യയുടെ പുറത്തേക്ക് പോവുകയാണെങ്കിലും അങ്ങേരെ റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. അതായത് 182 ഡേയ്സിൽ കൂടുതലുണ്ടോ, ഉണ്ടെങ്കിൽ റെസിഡന്റ്, ഇല്ലെങ്കിൽ നോൺ റെസിഡന്റ് എന്നുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം. പിന്നെ ഫോർ ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ PIO who comes to India on a visit in any year, he will be resident only if he is present in India for 182 days or more. ഇതേപോലെ ഒരു ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതിന്റെ ഡെഫിനിഷൻ വേറെ ഉണ്ട്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നുള്ളതിന്റെ അച്ഛനും ഗ്രാൻഡ് ഫാദറോ ഫാദറോ മദറോ അങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിലത്തെ ഉണ്ടായിരുന്നു, ആ കണ്ടീഷനാണ്. ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ഇന്ത്യയിലേക്ക് വരണു ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ അങ്ങനെയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു കേസിൽ 182 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ റെസിഡന്റ് ആവുള്ളൂ, അല്ലെങ്കിൽ റെസിഡന്റ് ആവില്ല. രണ്ടാമത്തെ കണ്ടീഷൻ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ജനറലി സ്പീക്കിംഗ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി ഒരു ഇൻഡിവിജ്വൽ വരികയാണെങ്കിൽ ആദ്യത്തെ 182 ഡേയ്സിൽ മുകളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസ് എ റെസിഡന്റ്. അതില്ല എന്നുണ്ടെങ്കിൽ സംശയമുള്ളൂ. ഇല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം നോക്കണം. അതായത് 60 ദിവസത്തിൽ കൂടുതലും പ്രീവിയസ് 4 ഇയേഴ്സിൽ 365 ദിവസത്തിൽ കൂടുതലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാലും അയാൾ റെസിഡന്റ് ആയി. അതല്ല എന്നുണ്ടെങ്കിൽ അയാൾ നോൺ റെസിഡന്റ് ആയി. പക്ഷെ ഈ 3 കേസ് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ 182 ഡേയ്സിന്റെ കൂടുതലുള്ളത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി റെസിഡന്റിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. അതാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഈ കാറ്റഗറിയിലാണ് നമ്മൾ നേരത്തെ കണ്ട ടാക്സബിലിറ്റിയിൽ ഒരു ചെറിയ ഓക്കെ. പക്ഷെ എന്നാലും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എങ്ങനെയാവുക വെച്ചാൽ, an individual who has been a non-resident in India in 9 out of the 10 previous preceding years, or has during the 7 previous years preceding that year been in India for a period of 729 days or less. അതായത് ഇക്കൊല്ലം റെസിഡന്റ് ആണ്, ശരി, ഇക്കൊല്ലം 182 ഡേയ്സിൽ കൂടുതലുള്ള ഒരു കേസാണ് പറയണത്. ഇക്കൊല്ലം 182 ഡേയ്സിൽ കൂടുതലുള്ള കേസിൽ ഈസ് എ റെസിഡന്റ്. ഓക്കെ, ദെൻ പക്ഷെ അയാള് ഇക്കൊല്ലം റെസിഡന്റ് ആണെങ്കിൽ കൂടി കഴിഞ്ഞ 10 കൊല്ലത്തില് 9 കൊല്ലവും നോൺ റെസിഡന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ he will be treated as resident but not ordinary resident. അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലത്തിൽ 9 കൊല്ലം ആയിരുന്നില്ല, പക്ഷേ കഴിഞ്ഞ 7 കൊല്ലത്തില് അങ്ങേര് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 729 ഡേയ്സ് ഓർ ലെസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ he will be treated as resident but not ordinary resident. ഈ 2 കണ്ടീഷനാണുള്ളത്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കബിലിറ്റി വരണത് റെസിഡന്റ് ആയിട്ടിന് ശേഷമേ ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ഉള്ളൂ. ഈ കൊല്ലം 182 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിഡന്റ് എന്ന് എഴുതി. ഓക്കെ, റെസിഡന്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അതായത് കഴിഞ്ഞ 10 കൊല്ലത്തേക്ക് 9 ഡേയ്സ് എങ്ങനെയായിരുന്നു, ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ 9 ഇയേഴ്സും നോൺ റെസിഡന്റ് ആണെന്നെങ്കിൽ ഈസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അല്ല, കഴിഞ്ഞ 7 കൊല്ലത്തില് 729 ഡേയ്സ് താഴെ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഔട്ട് ഓഫ് 7 ഇയേഴ്സ് 729 ഡേയ്സിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. The requirement is to fulfill only one condition. ഒരു കണ്ടീഷൻ, either 9 out of 10 years നോൺ റെസിഡന്റോ അല്ലെങ്കിൽ 7 ഇയേഴ്സിൽ 729 ഡേയ്സ് ഓർ ലെസ് ആണെങ്കിൽ അത് ഏതെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ he will be treated as a resident but not ordinary resident. Now non resident. നോൺ റെസിഡന്റിന്റെ കേസ് വളരെ സിമ്പിൾ ആണ്. അതായത് 182 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ നിൽക്കാൻ പാടില്ല. മാത്രമല്ല 60 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ 365 ഡേയ്സിൽ, അതായത് ആദ്യം പറഞ്ഞ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ 2 കണ്ടീഷനും ഫോളോ രണ്ട് കണ്ടീഷനും ഫോളോ ചെയ്യരുത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വലിന്റെ കേസിൽ 182 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ പ്രസന്റ് ഉണ്ടാവാൻ പാടില്ല നോൺ റെസിഡന്റ് ആവണമെങ്കിൽ. അതുകൂടാതെ 60 ദിവസത്തിൽ കൂടുതലുള്ള കേസിൽ ലാസ്റ്റ് 4 ഇയേഴ്സിൽ 365 ഡേയ്സിൽ അതും പാടില്ല. ഈ 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നോൺ റെസിഡന്റ് ആവുള്ളൂ. റെസിഡന്റ് ആവുന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിന്റെ ഡെഫിനിഷൻ തന്നെ എങ്ങനെയാണ്, നോൺ റെസിഡന്റ് അല്ലാത്ത ആളാണ് നോൺ റെസിഡന്റ്. അപ്പൊ അതുകൊണ്ട് ഈ 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യരുത്. ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്താൽ പോലും റെസിഡന്റ് ആവും. 2ഉം ഫുൾഫിൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം
നോൺ റെസിഡന്റ് ആവും. അതാണ് ഇൻഡിവിജ്വലിന്റെ കേസിലെ 3 കാറ്റഗറൈസേഷൻ: റെസിഡന്റ്, നോൺ റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ളത്. ഇനി ഇൻഡിവിജ്വൽ അല്ലാണ്ട് ബാക്കിയുള്ളതുണ്ടല്ലോ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേംസ്, AOP, BOI, etc. A firm, AOP, BOI, etc. is said to be a resident. ഇവർക്ക് 2 കേസേ ഉള്ളൂ, ഐദർ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്, അത്രേ ഉള്ളൂ. നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള കേസ് ഇൻഡിവിജ്വൽസിനും HUF നും മാത്രമേ ഉള്ളൂ. HUF ഞാൻ കൂടുതൽ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ HUF കേരളത്തിലില്ല, അതുകൊണ്ടാണ് HUF പറയാത്തത്. Firm, AOP, BOI, etc. is said to be resident in India when during that year control and management is situated wholly or partly in India. In other words, it will be a non-resident in India if no part of the control and management of affairs situated in India. Example പറഞ്ഞാൽ ഫേമിന്റെയോ AOPയുടെയോ BOIയുടെയോ കേസിൽ റെസിഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തില് റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ കൊല്ലത്തില് കൺട്രോളും മാനേജ്മെന്റും പാടില്ല, പാർട്ടിയും പാടില്ല, ഫുള്ളിയും പാടില്ല. എന്ന് പറഞ്ഞാൽ കൺട്രോൾ, ഇഫ് ദി കൺട്രോൾ ഓഫ് ദി ഫേം ഐദർ പാർട്ട്ലി ഓർ ഫുള്ളി ഈസ് ഇൻ ഇന്ത്യ, then it will be treated as a resident. Or if it is fully outside India, then it will be treated as non-resident. കുറച്ച് പാർട്ടെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ കൂടി അത് റെസിഡന്റ് ആവും. ഒരു കൺട്രോളും ഇന്ത്യയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് നോൺ റെസിഡന്റ് ആവുള്ളൂ. അതാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ഫേം, AOP, BOI is said to be resident in India when during that year control and management of the firm or AOP or BOI is situated wholly or partly in India. Partly in India ആണെങ്കിൽ കൂടി it is a resident. Okay. In other words, it will be non-resident in India if no part of control and management of the affairs is situated in India. ഇനി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ലൈസ് അറ്റ് ദി പ്ലേസ് വെയർ ദ ഡിസിഷൻസ് റിഗാർഡിംഗ് ദി അഫയേഴ്സ് ഓഫ് ദി ഫേം എക്സെട്ര ആർ ടേക്കൻ. രജിസ്റ്റേർഡ് ഓഫീസ് ആവാം. എവിടെയാണ് സാധാരണ ബോർഡ് മീറ്റിംഗ് കൂടുക, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് മീറ്റിംഗ് കൂടുക, അങ്ങനെയുള്ള സ്ഥലം ആണ് സാധാരണഗതിയിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇതേപോലെ തന്നെയാണ് കമ്പനീസിലും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി. Company is said to be resident in India if in any previous year if it is an Indian company. Indian company ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, it is a resident. Or its place of effective management, control and management ഉള്ളതിന്റെ പേര് മാറ്റി place of effective management മാറ്റി. Its place of effective management in that year is in India. അപ്പോൾ any company which is incorporated outside India and has its control or management outside India during the relevant previous year is a non-resident company. അപ്പോ കമ്പനിയുടെ സ്റ്റാറ്റസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്ന്, all Indian companies are resident companies. അതല്ലാണ്ട് in the case of a foreign company registered outside India, if the place of effective management is in India, then it is again a resident company. If the place of effective management is outside India, then it is a non-resident company. ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെക്ഷൻ 6. സെക്ഷൻ 6 നമ്മൾ ഇൻഡിവിജ്വലിന്റെ ഫേംസിന്റെ ഇതെല്ലാം കമ്പനീസ് ഇതെല്ലാം ആണ് നോക്കിയിരുന്നത്. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് ആഫ്റ്റർ ഹലോ അവിടെ നമ്മുടെ സ്ക്രീനിൽ എന്താണ് സ്ക്രീനില് വരയൊക്കെ ഓരോ എന്താണ്? ഒരു മിനിറ്റ്, ഞാൻ സ്റ്റോപ്പ് ഷെയർ ഒന്ന് നോക്കട്ടെ. ഷെയർ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. എന്താ അത് ആരോ വരയ്ക്കുന്നതാ. ഇപ്പൊ പോയല്ലോ, പോയത്. കുഴപ്പമില്ല. ഓക്കെ. സോ നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അതിന്റെയാണ് നമ്മൾ പഠിച്ചത്. ഇൻഡിവിജ്വലിന്റെ ആണ് മെയിൻ ആയിട്ട് വരാറ്. കമ്പനി ആണെങ്കിൽ ജനറലി റെസിഡന്റ് തന്നെയാവും. പിന്നെ ബാക്കിയുള്ള AOP അതാണെങ്കിലും കൺട്രോൾ ഔട്ട്സൈഡ് ഇന്ത്യയുടെ കേസ് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യണ്ടൂ നോൺ റെസിഡന്റ് വരുമോന്ന്. അതർവൈസ് ഇറ്റ്സ് ഓൾ റെസിഡന്റ് ഓൺലി. ഇപ്പൊ പക്ഷെ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഒരു വലിയ ഒരു ആക്ച്വൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വി ഹാവ് ടു സ്പെസിഫൈ വെദർ ഇറ്റ് ഇസ് റെസിഡന്റ് ഓർ നോട്ട്.
അത് നമ്മൾ ഇങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ശരി, അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു 4 കേസ്: ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീം ടു റിസീവ് ഇന്ത്യ, അക്രൂ ഇൻ ഇന്ത്യ, ഡീം ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ അത് സെക്ഷൻ 7 പ്രകാരം ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. Any income which is received in India during the previous year by any SSC is liable to tax in India, irrespective of the residential status of the SSC and the place of accrual of such income. The above receipt of income refers to the first occasion when the recipient gets the money under his control. Once an amount is received as income, any transfer or remittance or transmission of the amount to another place does not result in receipt within the meaning of this clause at such other place. Example പറഞ്ഞ, if an NRI ഒരു NRI ദുബായിലുണ്ട്, അദ്ദേഹത്തിന് സാലറി കിട്ടി, അത് കഴിഞ്ഞിട്ട് അങ്ങേര് അത് NRI അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേ മണി ട്രാൻസ്ഫർ വഴി ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോ ഇന്ത്യയിലെ അല്ലെങ്കിൽ അങ്ങേരുടെ ബാങ്ക് അക്കൗണ്ടിൽ, ഇന്ത്യയിലത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. അവിടുന്ന് ഫോറിൻ ബാങ്കിൽ നിന്ന് ഇന്ത്യയിലത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് NRO അക്കൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് ടാക്സബിൾ ആണോ? അത് ഇന്ത്യയിൽ റിസീവ് ചെയ്ത പൈസയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യോ? ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഒക്കേഷൻ, ഫസ്റ്റ് റെസിപ്റ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് മാക്സിമം ചോദിക്കാൻ പറ്റണത് അത് സോഴ്സ് എന്താന്ന് ചോദിക്കാം. അപ്പൊ അവിടുത്തെ സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ഫസ്റ്റ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, then only transmitted, only transferred to India in his personal capacity. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് it will not be treated as an amount or income received in India. നമ്മളിപ്പോ സെക്ഷൻ 7 പറയുന്നത് എനി ഇൻകം, ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഏത് ഇൻകം ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, റെസിഡന്റിനും നോൺ റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആണ്. അതിലൊരു എക്സെപ്ഷൻ ആണ്, ഫസ്റ്റ് ഒക്കേഷൻ ആയിരിക്കണം എന്ന് മാത്രം. ഫസ്റ്റ് ഇൻകം ആയിരിക്കണം. റിസീവ് ചെയ്യണത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ, അതർവൈസ് അത് ടാക്സബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ അത് ഓൺലി ട്രാൻസ്മിഷൻ ആണ്. അതിന് റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇൻകം ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഡീമിംഗ് പ്രൊവിഷൻ പല സ്ഥലത്തും കാണാം. GST ആക്ടിലും ഉണ്ട്, ഇൻകം ടാക്സ് ആക്ടിലും ഉണ്ട്, ഡീമിംഗ് പ്രൊവിഷൻ ഉണ്ട്. ഡീമിംഗ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പല ഒബ്ജക്റ്റീവ് ഉണ്ട് ഡീമിംഗ് പ്രൊവിഷൻ വയ്ക്കുന്നതിന്. ഒന്ന്, ഗവൺമെന്റ് ഓർ ദി പാർലമെന്റ് അത് ഒരു പർട്ടിക്കുലർ വ്യൂ മാത്രമേ എടുക്കാവൂ ടു അവോയ്ഡ് കൺഫ്യൂഷൻ ഓർ ടു അവോയ്ഡ് ഇൻകൺവീനിയൻസ് എന്നുള്ള രീതി വെക്കാൻ വേണ്ടിയിട്ടാണ് ജനറലി ഡീമിംഗ് പ്രൊവിഷൻ ചെയ്യാറ്. അല്ലെങ്കിൽ അതിനെ ലീഗൽ ഫിക്ഷൻ എന്ന് പറയും. അതായത് വി അക്സെപ്റ്റ്, നമ്മള് ഒരു ആക്ച്വൽ എന്താ ഉണ്ടായെന്ന് നമ്മൾ നോക്കണില്ല. Irrespective of the actual happening or actual facts, we accept this particular position for convenience. Adum avam. എന്താണെങ്കിലും ഡീമിംഗ് പ്രൊവിഷൻ പറഞ്ഞാൽ പിന്നെ there is no other question, we have to follow that. That will be the final thing എന്നാണ് അർത്ഥം. Okay. So അപ്പോൾ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ താഴെ പറയണ 4 ടൈപ്പ് ഓഫ് ഇൻകം എങ്ങനെ വന്നാലും ഇന്ത്യയിൽ ടാക്സബിൾ ആണ്, ഇന്ത്യയിൽ റിസീവ് ചെയ്തു അതുകൊണ്ട് ടാക്സബിൾ ആണ് ഫോഴ്സ്ഫുള്ളി ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഓഫ് എൻ എംപ്ലോയി, ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 9.5%. ട്രാൻസ്ഫേർഡ് ബാലൻസ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് PF ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. കാരണം അൺറെക്കഗ്നൈസ്ഡ് PF ഗവൺമെന്റ് കൺട്രോളിലുള്ളതല്ല, അത് ഓഡിറ്റ് ചെയ്യാനില്ല, അല്ലെങ്കിൽ അതിന്റെ എന്താന്നുള്ളത് അഷുറൻസ് ഇല്ല. അതുകൊണ്ട് whenever it is transferred to RPF, it is deemed to be received in India. പിന്നെ കോൺട്രിബ്യൂഷൻ ബൈ ഗവൺമെന്റ് ഓർ എംപ്ലോയർ ടു നോട്ടിഫൈഡ് പെൻഷൻ സ്കീം. അങ്ങനെ ചില പെൻഷൻ സ്കീം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കൊടുക്കണ കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ബൈ ഗവൺമെന്റ് ഓർ എംപ്ലോയർ. അത് ഈ 4 ഐറ്റം in any case will be treated as income received in India wherever it is available. Okay, section 7 കഴിഞ്ഞു. Income received in India പഠിച്ചു. ഇനി accrued in India. Income accrue or arise in India, section 9 ആണത്. Okay, section 9 of the act provides that when an assessee gets the right to receive a particular income in India, then
tax will be charged on such income in the year in which such entitlement arises, irrespective of the residential status of the assessee. ഇന്ത്യയിൽ അക്രൂ ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യയിൽ അറൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഈസ് എ റെസിഡന്റ് ഓർ എ നോൺ റെസിഡന്റ്. അതാണ് പറയുന്നത്. ഇനി അക്രൂ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ് എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അക്രൂ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് റൈറ്റ് ടു റിസീവ് അത് കിട്ടി, എൻടൈറ്റിൽഡ് ആയി. റൈറ്റ് ടു റിസീവ് എന്നുള്ള പൊസിഷൻ എൻടൈറ്റിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് അക്രൂവൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ്, അത് ടൈം ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അന്ന് മുതൽ മീറ്റർ റൺ ചെയ്യാണ്. 30 ദിവസം കഴിഞ്ഞാൽ 30 ദിവസം ഇൻട്രസ്റ്റ് കിട്ടും, 45 ദിവസം കഴിഞ്ഞാൽ 45 ദിവസത്തെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഓരോ ദിവസം പോകും തോറും അത് ഇട്ട ആൾക്ക് ഹീസ് എൻടൈറ്റിൽഡ് ടു ദി റൈറ്റ് ടു റിസീവ് ദാറ്റ് മച്ച് മണി. അതാണ് income is interest income is being accrued on that fixed deposit by virtue of his entitlement to of the right to receive such interest. Okay, adana accrue nu parna word inde simple meaning. Okay, for example, in the case of an FD being a time deposit, as soon as the year closes, the income corresponding to the period of the year accrues and hence taxed. However, in the case of profit and gains from business and an income from other sources, assessee can follow cash system of accounting so that the tax is payable only on receipt basis and not on accrual basis. അങ്ങനെ ഒരു കേസും ഉണ്ട്. ഇപ്പൊ ചില അതായത് സാലറി ഇൻകം നമ്മുടെ 5 ഹെഡിലെ സാലറി, ക്യാപിറ്റൽ ഗെയിൻസ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തായാലും അക്രൂവൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബിസിനസ്സിലും ഇൻകം ഫ്രം അതർ സോഴ്സിൽ മറ്റേ കമ്പ്യൂട്ടേഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ICDS കമ്പ്യൂട്ടേഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് അനുസരിച്ചിട്ട് യു ക്യാൻ ചൂസ് ഐദർ മെർക്കൻഡൈൽ സിസ്റ്റം ഓർ ക്യാഷ് സിസ്റ്റം. ക്യാഷ് സിസ്റ്റത്തിലാണെങ്കിൽ മെർക്കൻഡൈൽ സിസ്റ്റം ആണ് അക്രൂവൽ ആണ് ഫോളോ ചെയ്യുക. ക്യാഷ് സിസ്റ്റത്തിലാണെങ്കിൽ റെസിപ്റ്റ് ആണ് ഫോളോ ചെയ്യുക. ടാക്സസ് പേബിൾ ഓൺലി വെൻ റിസീവ്ഡ്. അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇതിൽ. ഓക്കെ, നൗ സോ ദാറ്റ് ഈസ് there is no confusion here. Income accruing or arising in India is taxable എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊവിഷൻ. സെക്ഷൻ 9 തന്നെ സെക്കൻഡ് പാർട്ട്, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇതിൽ 2-3 കേസുകളുണ്ട്. ഇതിന്റെ ബേസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ റെസിഡന്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു റെസിഡൻസ് ബിക്കോസ് ഫോർ റെസിഡൻസ് ഗ്ലോബൽ ഇൻകം ഇസ് ടാക്സബിൾ. റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെ അക്രൂ ചെയ്താലും എവിടെ എറൈസ് ചെയ്താലും അവർക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. അതുകൊണ്ട് ദർ ഇസ് നോ കൺഫ്യൂഷൻ. പക്ഷേ ഒരു നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അക്രൂ ചെയ്യുകയാണെങ്കിൽ അതിന് നോൺ റെസിഡന്റ്, അതാണ് ഇൻകം ടാക്സ് ആക്ട് ഈ പ്രൊവിഷൻ വെച്ച് സേഫ് ഗാർഡ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നേരത്തെ പറഞ്ഞ പോലെ ഡീമിംഗ് പ്രൊവിഷൻ ആണിത്. ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് എന്ന് പറഞ്ഞാൽ താഴെ പറയണ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ച്വൽ ഡീറ്റെയിൽസ്, ഫാക്ച്വൽ കൺഫർമേഷൻ വേണമെന്നില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ച്വൽ ഡീറ്റെയിൽസ് ദീസ് ഐറ്റംസ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആൻഡ് ടാക്സ് ഈസ് പേയബിൾ. നോ കൺഫ്യൂഷൻ. ഇപ്പൊ ഇതില് ഇവര് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് വരണ്ടോന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. നോ ഡിസ്പ്യൂട്ട്. അത് എന്താന്നുള്ളതാണ് ഇനി പറയേണ്ടത്. ആദ്യം ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി, അസെറ്റ് ഓർ സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. സിമ്പിൾ ആണ്. അതായത് ഒരു NRI ഉണ്ട്, അങ്ങേർക്ക് കൊച്ചിയിൽ ഒരു വീടുണ്ട് വിച്ച് ഇസ് ഗിവൺ ഓൺ റെന്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലുള്ള വീടിന്റെ റെന്റ് ഇന്ത്യയിൽ അക്രൂ ചെയ്തു അറൈസ് ചെയ്തു എന്ന് തന്നെ പറയും. ദാറ്റ് വിൽ ബി ടാക്സബിൾ. അതാണ് ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി, അസെറ്റ് ഓർ സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. ഫോർ എക്സാമ്പിൾ an NRI getting rent from his house in India will be taxable. Okay. പിന്നെ അടുത്ത കേസ് ഇൻകം ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് എനി ക്യാപിറ്റൽ അസെറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഈ NRI അദ്ദേഹത്തിന്റെ വീട് സെൽ ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു എങ്കിൽ അതിന്റെ ക്യാപിറ്റൽ ഗെയിൻസും വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ദർ ഇസ് നോ കൺഫ്യൂഷൻ. ഇൻകം ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് എനി ക്യാപിറ്റൽ അസെറ്റ് വിൽ ബി ടാക്സ്ഡ് ഇൻ ഇന്ത്യ. മൂന്നാമത്തെ കേസ് എനി ഇൻകം ഫ്രം സാലറി ഇഫ് ഇറ്റ് ഈസ് പേയബിൾ ഫോർ സർവീസസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു NRI ഇന്ത്യൻ കമ്പനിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്യാൻ വന്നു.
അദ്ദേഹം ഇവിടെ 100 ദിവസം ഇന്ത്യൻ കമ്പനിയിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്തു. അതിന്റെ സാലറി കിട്ടി. ആ കിട്ടുന്ന സാലറി, ബട്ട് ഹീസ് എൻ NRI. അങ്ങേര് ഡെപ്യൂട്ടേഷനിൽ വന്നാണ്, അങ്ങേര് പുറത്തുള്ള ആളാണ്. ഹീസ് നോട്ട് ഇൻ ഇന്ത്യ, അങ്ങേര് റെസിഡന്റ് അല്ല. 182 days ഇല്ല, 100 days ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ടാക്സബിലിറ്റി? 2 കേസ് ഉണ്ട് ഇവിടെ. ഈ ടാക്സ് ഇന്ത്യൻ കമ്പനി സാലറി കൊടുത്താൽ ടാക്സബിൾ ആവോ, അതല്ല ഇന്ത്യൻ കമ്പനി സാലറി ഒന്നും കൊടുക്കണില്ല, പുറത്തുള്ള കമ്പനി പുറത്ത് സാലറി കൊടുക്കണം, പക്ഷെ സർവീസ് ചെയ്ത് ഇന്ത്യയിലാണ്, അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ ആവും. ഈ 2 കേസ് ഉണ്ട്. 2 കേസിലും ഇറ്റ് ഈസ് ടാക്സബിൾ ബിക്കോസ് ഹീസ് പ്രൊവൈഡിങ് സർവീസ് ഇൻ ഇന്ത്യ. സർവീസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഡെഫിനിഷനിൽ വരും, ടാക്സബിൾ ആണ്. പക്ഷേ ഇതിൽ ചില ഫോറിൻ സിറ്റിസണ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ് സം എക്സെപ്ഷൻസ് ആർ ദെയർ അണ്ടർ സെക്ഷൻ 10(6). അത് സെപ്പറേറ്റ്ലി പറയാം. പക്ഷെ generally for an NRI who is deputed to work in India, Indian company, then salary paid from Indian company or foreign company, it is both are taxable under this head. Any income from salary